السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد خاتم الأنبياء ومعدن الأسرار ومنبع الأنوار وجمال الكونين وشرف الدارين وسيد الثقلين المخصوص بقاب قوسين وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. دع ما ادعته النصارى في نبيهم واحكم بما شئت مدحا فيه واحتكمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فانصب إلى ذاته ما شئت من شرفي وانصب إلى قدره ما شئت من عظمي. مولاي صل وسلم
سلم دائما أبدا على حبيبك خير الخلق كلهم فإن فضل رسول لله ليس له حد فيعرب عنه ناطق بفمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, രക്ഷിതാക്കൾ, സഹോദരങ്ങൾ, ഉമ്മമാർ, സഹോദരികൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മസ്ജിദു സുന്നിയ വിശുദ്ധ റബീഉന്റെ സന്ദേശം എന്ന നിലക്ക് ത്രിദിന മദ്ഹുർ റസൂൽ പ്രഭാഷണം സംഘടിപ്പിക്കുകയും അതിന്റെ ആദ്യ 2 ദിവസങ്ങളും വളരെ ഭംഗിയായി വിഷയങ്ങൾ സംസാരിച്ച് അവസാന ദിവസമായ സമാപന സമ്മേളനത്തിന്റെ മജ്ലിസിലാണ് നമ്മളുള്ളത്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സുമായി സഹകരിച്ച് സഹായിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളിലും മുഅ്മിനാത്തുകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. മദീനയുടെ സുഗന്ധോദ്യാനത്തിലേക്കുള്ള മടക്കം, അതാണ് ഇന്ന് നമ്മൾ വളരെ ഹ്രസ്വമായി സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ ചില ഭാഗങ്ങൾ മാത്രം അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, അവിടുത്തോടുള്ള മഹബ്ബത്ത്, സ്വഹാബത്ത് അതിൽ കാണിച്ച കണിശത എല്ലാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പോഴേക്ക് അഭിവന്ദ്യരായ തങ്ങൾ നമ്മുടെ മജ്ലിസിൽ ദുആക്ക് നേതൃത്വം കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് എത്തും എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ സാധിച്ചിട്ടുള്ളതെങ്കിലും ഉള്ളതുകൊണ്ടൊക്കെയും നിങ്ങൾ നന്നായി തൃപ്തിപ്പെടുകയും പൊരുത്തപ്പെടുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്തുൽ ലിൽ ആലമീനിനെ ലോകത്തിന് സമർപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ റബീഉൽ അവിടുത്തെ സന്ദേശങ്ങളൊക്കെ കേട്ട് പഠിക്കാവുന്ന ഒരു നല്ല മനസ്സ്, അത് അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ആ കാരണം കൊണ്ട് നാളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പറഞ്ഞ, വസിയ്യത്ത് ചെയ്ത, നേരിട്ട് വിളിച്ചും അല്ലാതെയുമൊക്കെ അറിയിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവർക്കൊക്കെയും ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യും. അവരാരെയും മറക്കുകയില്ല എന്ന് വാക്ക് തന്നുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്കൃഷ്ടതയുടെ മഹാപ്രപഞ്ചം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ആദ്യം സംസാരിക്കുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുരാഗത്തിന്റെ അനർഘവീചിയിൽ എന്ന വിഷയത്തെക്കുറിച്ച് ഇന്നലെ നാം സംസാരിക്കുകയും ചെയ്തു. നമ്മുടെ വിഷയങ്ങളൊന്നും എവിടെയും നമുക്ക് എത്തിക്കാനായിട്ടില്ല എന്നത് സദസ്സിൽ പങ്കെടുത്ത നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വളരെ വലിയ സന്തോഷം എന്ന നിലക്ക് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്.
ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അറേബ്യൻ കൺട്രികളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ വിളിച്ച് പരിപാടി കേൾക്കുകയും സന്തോഷം പറയുകയും ചെയ്തു. അല്ലാഹു അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ലക്ഷ്യങ്ങളും നമ്മുടെ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മരിക്കുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം പറയാനും ആ മഹബ്ബത്ത് നിലനിർത്തി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി നന്നായി സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അല്ലാഹുവിലേക്ക് അടുക്കാൻ, ഹബീബിന്റെ മഹബ്ബത്ത് കരഗതമാക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു മരണം വരെ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എപ്പോഴും ദുആ ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് അത്. കേവലം ഒരുപാട് ചരിത്രങ്ങൾ കേട്ട് സന്തോഷിച്ചുകൊണ്ട് പോവുക എന്നതല്ല നമ്മുടെ പ്രധാന ലക്ഷ്യം. മറിച്ച് അതിൽ നിന്നൊക്കെ നമുക്കൊരു പാഠം ഉണ്ടാകണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യനാളിലും താൽപര്യമുള്ളവർ, അല്ലാഹുവിനെയും അന്ത്യനാളിനെയും പ്രതീക്ഷിക്കുന്നവർ, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നല്ല മാതൃകയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നന്നായി ജീവിച്ച് മരിക്കണം, ആഖിറത്തിൽ വിജയിക്കണം, അല്ലാഹുവായിട്ടുള്ള ലിഖാഇന് അർഹനായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ അവർ സ്വീകരിക്കേണ്ടുന്ന മാർഗം, അവരംഗീകരിക്കേണ്ടുന്ന സരണി, അത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സരണിയ. കാരണം ലോകത്ത് ഒരു പ്രവാചകർക്കുമില്ലാത്ത ബഹുമാനം മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്ത് മഹ്ശറയുടെ ആ ഭീകരമായ ദൃശ്യങ്ങൾ നടക്കുന്ന സന്ദർഭം ആളുകൾ ചെന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സഹായം ആവശ്യപ്പെടുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, സംഗതി ഞാൻ ഖലീൽ തന്നെയാണ്, അല്ലാഹുവിന് പ്രിയപ്പെട്ട ആള് തന്നെയാണ്, പക്ഷേ മിൻ വറാഇ വറാ, എത്രയോ മറകൾക്ക് അപ്പുറമാണ് ഞാനുള്ളത്. ആ മറകളൊന്നും ഇല്ലാത്ത, ഒരു മറയുടെയും തടസ്സമില്ലാത്ത ഏറ്റവും വലിയ ഹബീബായ ഒരാളുണ്ടവിടെ. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ റസൂലുള്ളാഹിനെ പിടിച്ചോളൂ നിങ്ങള്. ആരാ പറയുന്നത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് പറയുന്നത്. അത്തഹിയാത്തിലൊക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത്, അവിടൊക്കെയും പ്രതിപാദിക്കപ്പെടുന്ന നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മക്കളെ, ഞാനൊക്കെ എത്രയോ ഇപ്പുറത്താണ്. അതിനേക്കാൾ അല്ലാഹുവിലേക്ക് ഒരു മറയുടെയോ ഒരു തടസ്സത്തിന്റെയോ പ്രശ്നമില്ലാതെ ഹബീബാകാൻ തൗഫീഖ് കിട്ടിയ ഒരു മഹാനുണ്ട്. ആ മഹാനായ നേതാവിനെ പിടിച്ചോളൂ. ആ നേതാവിന്റെ സമീപത്ത് ചൊല്ലുമ്പോ അവിടുന്ന് ആരെയും മടക്കി അയക്കുന്നില്ല, ആരെയും നിരാശപ്പെടുത്തുന്നില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനലഹാ അനലഹാ, ഞാൻ തന്നെയാണ് ശഫാഅത്തിനർഹൻ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒന്നും കൂടെ അങ്ങോട്ട് കയറിയിരുന്നാൽ, ഒരുപാട് കസേരം തിപ്പ അങ്ങനെ വന്ന് ഒഴിവായിട്ട് ഒന്നിങ്ങോട്ട് കയറിയിരുന്നാൽ, ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് കയറിയിരുന്നോളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കസേര ഇങ്ങോട്ട് കയറി കയറി. എഴുന്നേൽക്ക്, ബാക്കിലുള്ള
സഫിലൊരു ഗ്യാപ്പ് വന്നാല് അവിടെ ഇബ്ലീസ് കയറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ഇരുന്നാല് അവനിവിടെ ഒന്നും ഉണ്ടാകൂല. പിന്നെ നമുക്ക് ശരിക്ക് കേട്ട് പഠിക്കാൻ കഴിയും. ചിന്ത എവിടേക്കും എത്തിക്കാത്ത വിധം വളരെ കൃത്യമായി നമുക്ക് ആശയങ്ങൾ പഠിക്കാനൊക്കെ സാധിക്കും. നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരുന്നാല് ബാക്കിലുള്ള ആളുകൾക്ക് അവിടെ അങ്ങനെ ഇരിക്കാൻ കഴിയുള്ളൂ. കാരണം ഇടയിലേക്കുള്ള കസേര തേടിയിട്ട് ആളുകൾക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഗ്യാപ്പുകളൊക്കെ അടച്ചിട്ടിരിക്കും. എല്ലാവരും പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ സാധിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലേക്ക് കടന്നിരിക്കണം. മജ്ലിസിന്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തൗഫീഖാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. സ്വർഗീയ ഉദ്യാനങ്ങളിൽ ഒരു തോട്ടമാണ് ഇൽമിന്റെ സദസ്സ്. അത് പുറത്ത് കിട്ടൂല. അപ്പൊ സദസ്സിന് വലിയ പ്രാധാന്യമാണ്. സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെയാണ് അതിന്റെ അർത്ഥം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഉണ്ടാകുന്ന അനുഭൂതികളൊക്കെയും ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് ദുനിയാവിൽ നമുക്ക് ചെറിയ തോതിൽ അനുഭവിക്കാവുന്ന ഒരു നല്ല മജ്ലിസ്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും നിങ്ങൾ അങ്ങോട്ട് ചെല്ലൂ, ഹബീബിന്റെ അടുത്തേക്ക് ചെല്ലൂ. ആ ഹബീബ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യാതൊരു ഒഴിവ് കഴിവും പറഞ്ഞു ഒഴിവാകുന്നില്ല. ഞാൻ തന്നെയാണ് ശഫാഅത്തിന് അർഹൻ. അതുകൊണ്ട് നിങ്ങൾ വന്നോളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്തുൽ ഉളുമാ, ആ മഹത്തായ ശഫാഅത്ത് അവിടെ വെച്ച് നടത്തുകയാണ്. അപ്പൊ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലോകത്തുള്ള സർവരെ സംബന്ധിച്ചിടത്തോളവും നമുക്കൊക്കെ ആശ്രയിക്കാനും മടങ്ങാനുമുള്ളത് മദീനയുടെ സുഗന്ധോദ്യാനത്തിലേക്കാണ്. അഥവാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാദാ അലാ മൻ ശമ്മ തുർബത അഹ്മദാ അല്ലാ യശുമ്മ മദസ്സമാനി ഗവാലിയാ സുബ്ബത് അലയ്യ മസായിബുൻ ലൗ അന്നഹാ സുബ്ബത് അലൽ അയ്യാമി സിർന ലയാലിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന മണ്ണിന്റെ സുഗന്ധം, ആ സുഗന്ധം അനുഭവിച്ചവർക്ക് പിന്നെ അതിനേക്കാൾ മുന്തിയ ഒരു സുഗന്ധം ഒരു വിഷയമായി തോന്നുകയില്ല. കാരണം അങ്ങനെ ഒന്ന് ലോകത്തില്ല എന്നർത്ഥം. അത്രയും നല്ല സുഗന്ധമാണ് തങ്ങൾ കിടക്കുന്ന മണ്ണിനെന്ന് പറഞ്ഞത് ബീവി ഫാത്തിമത്ത് സഹ്റാ റളിയല്ലാഹു അൻഹാ. അപ്പൊ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അന അവ്വലുൻ നാസി ഖുറൂജൻ ഇദാ ബുഇതു വഅന ഖതീബുഹും ഇദാ വഫദു വഅന മുബശ്ശിറുഹും ഇദാ അയ്സു ലിവാഉൽ ഹംദി ബിയദി വഅന അക്റമു വലദി ആദമ അലാ റബ്ബി വലാ ഫഖ്റാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അത് മനുഷ്യരിൽ ഞാനാണ്. ജനങ്ങളെ, മഹ്ശറയിലേക്ക് നിങ്ങളൊക്കെ വരുമ്പോ നിങ്ങൾക്ക് നല്ല ഉപദേശം തരുന്ന ഖതീബും ഞാൻ തന്നെയാണ്. മാത്രമല്ല, നിങ്ങളൊക്കെ നിരാശരായിരിക്കുന്ന സന്ദർഭം നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായും നിങ്ങളെ സമീപത്ത് ഓടിയെത്തുന്നയാൾ ഞാൻ തന്നെയാണ്. ജനങ്ങളെ, ഇനി നമുക്കാരെയാണ് മാറ്റിവെക്കേണ്ടത്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ മുറുകെ പിടിക്കണം. ആ നേതാവിന്റെ വാക്കുകൾ, ലിവാഉൽ ഹംദി ബിയദി, ലിവാഉൽ ഹംദ് എന്ന സുത്തിർഹ പതാക കയ്യിലേന്തുന്ന വ്യക്തി ഞാനാണ്.
അന അക്റമു വലദി ആദമ അലാ റബ്ബി വലാ ഫഖ്റാ. ആദം സന്തതികളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള ആളും ഞാൻ തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോ ജനങ്ങൾക്ക് തോന്നിപ്പോകും, അപ്പൊ അല്ലാഹുവിന്റെ റസൂല് സ്വന്തം ബഹുമാനം തന്നെ പറയുകയാണോ? നബിതങ്ങളാണ് അവിടുത്തെ മൗലിദ് ആദ്യമായി ഓതിയിട്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ആ നേതാവ് സ്വന്തം തന്നെ പ്രകീർത്തിക്കുകയാണോ? അല്ല ജനങ്ങളെ, വലാ ഫഖ്റാ, ഇത് അഭിമാനിക്കാൻ വേണ്ടി പറയില്ല, ഞാൻ എല്ലാവരെക്കാളും മുന്തിയ ആളാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, ഉള്ള യാഥാർത്ഥ്യം പറയുന്നു. മാത്രമല്ല പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ് പറയാൻ, വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്, അങ്ങേക്ക് അങ്ങയുടെ റബ്ബ് ചെയ്ത സർവ്വ അനുഗ്രഹങ്ങളും തങ്ങൾ പറഞ്ഞോളണേ നബിയേ. അതുകൊണ്ട് തങ്ങൾക്ക് നിർബന്ധമാണ് തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ബഹുമാനം പറയൽ. ആ ബഹുമാനം തങ്ങൾ പറഞ്ഞാലേ ജനങ്ങൾക്ക് കേൾക്കാൻ കഴിയൂ, ജനങ്ങൾക്ക് അപ്പോഴേ അത് പഠിക്കാൻ കഴിയൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ മദ്ഹ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവര് പഠിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യം ഞാനൊരു ചെറിയ രൂപത്തിൽ എന്റെ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നത്. വീണ്ടും മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, أنا أول الناس خروجا إذا بعثوا وأنا قاعدهم إذا وفدوا وأنا خطيبهم إذا انصتوا. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരിൽ ആദ്യ വ്യക്തി ഞാനാണ്. ജനങ്ങൾ വരുമ്പോ മഹ്ശറയിൽ അവരുടെ ക്യാപ്റ്റനായി, അവരുടെ ലീഡറായി, അവരുടെ കൈ പിടിച്ചുകൊണ്ട് അവരെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ, കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ, അതിലൊക്കെ ഇടപെടാൻ മുന്നിട്ട് വരുന്ന ആളും ഞാനാണ്. അവരെല്ലാവരും മിണ്ടാതിരിക്കുന്ന സമയത്ത് അവരോട് സംസാരിക്കുന്ന ആളും ഞാനാണ്. ജനങ്ങളെ, وأنا شفيعهم إذا حبسوا. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവർക്ക് എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും ഏത് പ്രതിസന്ധികൾ അവര് തരണം ചെയ്യുമ്പോഴും അവർക്ക് വേണ്ടി റെക്കമെൻഡ് പറഞ്ഞ് അവിടെ വരുന്ന വ്യക്തിയും ഞാനാണ്. വഅന മുബശ്ശിറുഹും ഇദാ ഉബ്ലിസൂ. അവര് ദുഃഖിതരാകുന്ന സമയം, അവര് വളരെയേറെ വിഷമിച്ച് പരിഭ്രമിച്ച് പേടിച്ചിരിക്കുന്ന സമയത്തും അവരുടെ മുമ്പിൽ സന്തോഷത്തിന്റെ സന്ദേശം മുഴക്കി അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ചാരേയെത്തുന്നയാളും ഞാനാണ് കേട്ടോ. ലിവാഉൽ കറമി ബിയദി, ഔദാര്യത്തിന്റെ പതാക എന്റെ കയ്യിലാണ്. ഞാനാണ് ജനങ്ങൾക്ക് ഔദാര്യം സപ്ലൈ ചെയ്യുന്നത്. കാരണം അല്ലാഹുവാണ് നൽകുന്നവൻ. മഹാനായ ഇമാം ബുഖാരി തങ്ങള് അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയില്ലേ, ഞാനാണ് അത് സപ്ലൈ ചെയ്യുന്നയാൾ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഅന അക്റമു വലദി ആദമ അലാ റബ്ബി. ആദം സന്തതികളിൽ എന്റെ റബ്ബിനെ ഏറ്റവും വലിയ ബഹുമാനമുള്ളയാൾ അത് ഞാനാണ് കേട്ടോ. വലാ ഫഖ്റ, അഭിമാനം പറയുകയില്ല. ഏൽപ്പിച്ച ദൗത്യം നിങ്ങളെ അറിയിച്ചുവെന്ന് മാത്രം, അള്ളാഹുവിന്റെ നിർദ്ദേശം പാലിച്ചുവെന്ന് മാത്രം. വീണ്ടും അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, വയതൂഫു അലയ്യ അൽഫു ഖാദിമിൻ കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. ഹബീബായ നബിയെ, എന്തൊരു സ്വീറ്റ്നസ് ഉള്ള പദങ്ങളാ! 1000-ഓളം പരിവാരങ്ങള് എനിക്ക് ചുറ്റും, എനിക്ക് ഖാദിമുകളായി, സേവകരായി എന്റെ ചുറ്റിലും നടക്കുമെന്നും മഹാനായ നബി തങ്ങൾ പറയുന്നു. കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ, ചിപ്പിയ
കയ്യിൽ സൂക്ഷിക്കപ്പെട്ട മുത്തുകൾക്ക് സമാനമാണ്. അല്ലാഹുവിന്റെ റസൂലിനിക്കുള്ള ആയിരക്കണക്കിന് പരിവാരങ്ങളെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ഇമാം അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് നിവേദനം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വ ഉക്സാ ഹുല്ലതം മിൻ ഹുലലിൽ ജന്ന, സ്വർഗീയ വസ്ത്രങ്ങളിൽ ഒരു വസ്ത്രം എന്നെ ധരിപ്പിക്കപ്പെടും. ثم أقوم عن يمين العرش, പിന്നെ അർശിന്റെ വലതുഭാഗത്ത് ഞാൻ എഴുന്നേറ്റ് നിൽക്കും. ലൈസ അഹദും മിനൽ ഖലായിഖി യഖൂമു ദാലികൽ മഖാമ ഗൈരി, ആ സ്ഥലത്ത് ഞാനല്ലാതെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരാളും നിൽക്കാൻ ധൈര്യപ്പെടൂല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നമ്മുടെ നേതാവിന്റെ പ്രൗഢിയാണ്, അവിടുത്തെ ബഹുമാനമാണ്. അത് അവിടുത്തേക്കുള്ള നിർദ്ദേശം എന്ന നിലയ്ക്ക് നമ്മോട് പറയുകയാണ്. ഇമാമിങ്ങൾ അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുകയാണ്. അപ്പൊ നമ്മൾ മടങ്ങേണ്ട കേന്ദ്രം ഇവിടെയാണ്, മദീനയുടെ സുഗന്ധോദ്യാനമായ ഹബീബിന്റെ സമീപത്തേക്കു തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് നമ്മൾ പിടിക്കേണ്ടത്. വീണ്ടും നോക്ക്, ബഹുമാനപ്പെട്ട അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ വബിയദി ലിവാഉൽ ഹംദ് വലാ ഫഖ്റ വമാ നബിയ്യും യൗമഇദിൻ ആദമ വമൻ സിവാഹു ഇല്ലാ തഹത ലിവാഇ. ആദം നബിയും അതുപോലെയുള്ള മറ്റെല്ലാ അമ്പിയാക്കളും അവരെല്ലാം എന്റെ പതാകക്ക് പിന്നിലാണ്, എന്റെ കൊടിക്ക് കീഴിലാണ്. ആദം സന്തതികളുടെ ലീഡറും അഭയ കേന്ദ്രവും ഞാനാണ് ജനങ്ങളെ. വീണ്ടും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഅവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബ്റു വഅവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫഇൻ. ആദ്യം ശഫാഅത്ത് ചെയ്യുന്നവരും ആദ്യം ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവരും ഞാനാണ് കേട്ടോ. സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആ നേതാവിനെ വിടാതെ മുഅ്മിനീങ്ങൾ മുറുകെ പിടിച്ചത്, ആ നേതാവിനെ വിടൂലാന്ന് ജനങ്ങൾ ശാഠ്യം പിടിച്ചത്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ ആ റസൂലുള്ളാന്റെ പിന്നിൽ അണിചേർന്നത്. അതുകൊണ്ടാണ് സ്വഹാബത്ത് എല്ലാം മറന്ന് റസൂലുള്ളാനെ സ്നേഹിച്ചത്. ഇനി നോക്ക്, നിങ്ങൾ നബി തങ്ങൾ വീണ്ടും പറയുന്നു, വഅന അവ്വലു മൻ യുഹരിഖു ഹലഖൽ ജന്ന. സ്വർഗത്തിന്റെ വട്ടക്കണ്ണികൾ പിടിച്ചു കുലുക്കി ആദ്യം അത് തുറന്ന് ഉദ്ഘാടനം ചെയ്ത് അതിലേക്ക് ആദ്യകാല് വെച്ച് കയറുന്ന നേതാവാരാണ്? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാട്. സ്വർഗത്തിന്റെ ചാവി റസൂലുള്ളാന്റെ കയ്യിലാട്. ഇനി കേൾക്കും മുഅ്മിനീങ്ങളെ, ഫയഫ്തഹുലി ഫഅദ്ഖുലുഹാ, എനിക്ക് വേണ്ടി ആ സ്വർഗം, ഫയുഫ്തഹുലി, എനിക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നു, ഞാൻ അതിലേക്ക് കടക്കുന്നു. ഫയദ്ഖുലുഹാ മഇ ഫുഖറാഉൽ മുഅ്മിനീൻ, ഞാൻ കടക്കുമ്പോ എന്റെ കൂടെ പാവങ്ങളായ മുഅ്മിനീങ്ങളും കടക്കുന്നു. അതിലാണ് നമ്മൾ പെടേണ്ടത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. പറഞ്ഞോ, ധൈര്യമായി പറഞ്ഞോ, തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ സ്വർഗം പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്ത് തങ്ങള് കടക്കുമ്പോ കൂടെ പാവങ്ങളായ മുഅ്മിനീങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പൂതിയായി. അല്ലാഹ്,
ഞങ്ങളാ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ആ മഹാന്മാരായ സ്വാലിഹീങ്ങളൊക്കെയും പേടിച്ചുപോയതും പോതിവെച്ചതും താല്പര്യപ്പെട്ടതും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് കേട്ടപ്പോഴാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം അതല്ലേ മുസ്ലിമീങ്ങളെ നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിക്കുമ്പോൾ അള്ളാന്റെ റസൂലിനെ നമ്മൾ കൈവെടിയൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശം ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കൂല. ഇന്നലെ ഞാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് ആശയങ്ങൾ ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ബറക്കത്തിന് വേണ്ടി കുറച്ചു കാര്യങ്ങളും കൂടെ പറയുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് എന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഉസ്താദിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉസ്താദ് പറയുന്നത് പോലെ ഞാൻ ജീവിക്കുന്നുവെന്നാണ്. ഞാൻ ഒരു അനുസരണയുള്ള വിദ്യാർത്ഥിയായി, ഒരനുസരണയുള്ള ഒരു മര്യാദയുള്ള മുതഅല്ലിമായി ജീവിക്കുന്നുവെന്നാണ്. ആ ഉസ്താദിന്റെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കാനും ഉസ്താദിന്റെ പൊരുത്തം കാംക്ഷിക്കാനുമാണ് ഞാൻ ശ്രദ്ധിക്കുക. ഇതല്ലേ യഥാർത്ഥ മഹബ്ബത്ത്. അതിന്റെ ഉദാഹരണം വേണോ? മടങ്ങിക്കോ മദീനയുടെ സുഗന്ധോദ്യാനത്തിലേക്ക്. അസ്ഹാബു റസൂലില്ലാഹ്. പറയാൻ കഴിയൂല മുഅ്മിനീങ്ങളെ, സ്വഹാബത്തിന്റെ സ്നേഹം ചിന്തിക്കാൻ പോലും കഴിയാത്ത മഹബ്ബത്തിന്റെ ഒരു മഹാഘോഷയാത്രയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഒരൽപ്പം പറയും, വളരെ സ്വൽപ്പം. അള്ളാഹു അതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും യഥാർത്ഥ മഹബ്ബത്തും ആ മഹബ്ബത്തിന്റെ ഹലാവത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ടാണ് മഹാനായ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതാ വ്യാജരായ തന്നെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് യഥാർത്ഥ മുഹിബ്ബീങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. وهل سلمى سلمت أحبابها من السوى وهل لمن منها ولاية على المنبال ولا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. മഹബ്ബത്തിന്റെ പ്രതിഫലനം ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഇങ്ങനെ കാണണം. അവന്റെ സംസാരത്തിൽ കാണണം, അവന്റെ പെരുമാറ്റത്തിൽ കാണണം, അവന്റെ ഇടപാടുകളിൽ കാണണം, അവന്റെ ചലന നിശ്ചലനാവസ്ഥകളിൽ കാണണം. അതല്ലേ മഹബ്ബത്തിന്റെ പ്രതിഫലനം ലഭ്യമായ ഒരു യഥാർത്ഥ മുഹിബ്ബിന്റെ ഏറ്റവും വലിയ അടയാളം. ആ അടയാളമുള്ളവരായി അല്ലാഹു നമ്മെ ഏറ്റെടുക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒന്ന് രണ്ട് ആശയങ്ങൾ ബറക്കത്തിന് അടക്കുന്നു പറയട്ടെ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തഅകുലു ബിശ്ശിമാൽ, ഇടത് കൈകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. ഫഇന്ന ശൈത്താന യഅകുലു ബിശ്ശിമാൽ, പിശാച് തിന്നുന്നത് ഇടത് കൈകൊണ്ടാണ്. കണ്ടില്ലേ, ചില ആളുകൾ വലത് കൈയിൽ ചായയുടെ ഗ്ലാസ് പിടിക്കുന്നു, ഇടത് കൈയിൽ കടിയും പിടിക്കുന്നു, അല്ലെങ്കിൽ ഇടത് കൈയിൽ ചായ പിടിക്കുന്നു, വലത് കൈയിൽ കടിയും പിടിക്കുന്നു. അത് കുടിക്കാനാണെങ്കിലും കടിക്കാനാണെങ്കിലും ഓ മുസ്ലിമേ, ഇടത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിച്ച നേതാവ് മദീനയുടെ സുഗന്ധോദ്യാനത്തിലെ ഏറ്റവും മഹാവലിയ ചക്രവർത്തിയാണ് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതെങ്കിൽ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല.
വീണ്ടും നോക്ക്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഅകുലന്ന അഹദുകും ബിശിമാലിഹി വലാ യശ്റബന്ന ബിഹാ. ഒരിക്കലും ഇടത് കൈ കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, ഇടത് കൈ കൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കരുത്. ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിഹാ. ഇടത് കൈ കൊണ്ടാണ് പിശാച് തിന്നുന്നത്, ഇടത് കൈ കൊണ്ട് തന്നെയാണ് പിശാച് കുടിക്കുന്നത്. അല്ല ഉസ്താദെ, തിന്നാൻ വലത് കൈയും കുടിക്കാൻ ഇടത് കൈയും ആയിക്കൂടെ? പറ്റൂലെന്ന് അല്ലാഹുവിന്റെ റസൂല്. മൂപ്പര് രണ്ട് പരിപാടി ഇടത് കൈ കൊണ്ടാണ്. നോക്കണം. അതുകൊണ്ട് ആ പിശാചിന്റെ പ്രവണതകളോട് ഒരിക്കലും നിങ്ങൾ തുല്യരാവാൻ പാടില്ല. വീണ്ടും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വിഷയം കൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നൽ യഹൂദ വൻ നസാറാ ലാ യസ്ബിഊൻ. ജൂതരും ക്രൈസ്തവരും അതാ ഒരിക്കലും അവരുടെ വെളുത്ത താടിക്കോ വെളുത്ത മുടിക്കോ ചായം കൊടുക്കാറില്ല. അതുകൊണ്ട് ഫഖാലിഫൂഹും, നിങ്ങൾ അവർക്ക് എതിരാകണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ ചായം കൊടുക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം? അഥവാ മൈലാഞ്ചിയുടെയോ അതുപോലെയുള്ളതോ ആയ ചായം കൊടുക്കാം, പക്ഷേ കറുപ്പ് കൊടുക്കാൻ പാടില്ല. ഇന്ന് താടിക്ക് കറുപ്പ് കൊടുക്കുന്നവരില്ലേ, തലമുടിക്ക് കറുപ്പ് കൊടുക്കുന്നവരില്ലേ? ഓ മുസ്ലിമീങ്ങളെ, അത് കടുത്ത ഹറാമാണ്. വഅമ്മസ്സവാദു ഫമൻഹിയുൻ അൻഹു. താടിക്കും മുടിക്കും മീശക്കുമൊക്കെ കറുപ്പ് കൊടുക്കുന്നത് അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. ഗൾഫിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരൻ അവൻ അങ്ങനെ പഠിച്ചത് തന്നെ നിലനിർത്തുന്നവർ എത്രയുണ്ട് ലോകത്ത്. കടുത്ത ഹറാമാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു മുസ്ലിമായി. മക്കം ഫത്ഹിന്റെ ദിവസമാണ് അദ്ദേഹത്തെ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഖുഹാഫ തങ്ങളുടെ താടിയും തലമുടിയുമൊക്കെ വെളുത്ത ചെടി പോലെയായിരിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗയ്യിറൂ ഹാദാ, ഇതൊന്നങ്ങ് വ്യത്യാസപ്പെടുത്തൂ, ഇതിനതാ മൈലാഞ്ചിയുടെ ചായം കൊടുക്കൂ എന്നർത്ഥം. അതേ സമയത്ത് വജ്തനിബുസ്സവാദ്, കറുപ്പ് നിങ്ങൾ വെടിയണം, കറുപ്പ് കൊടുക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, ചിന്തിക്കാവുന്ന ഒരു കാലയളവിലെ ജീവിതം അല്ലാഹു നിങ്ങൾക്ക് തന്നില്ലയോ? എന്നിട്ടും നിങ്ങൾ ചിന്തിച്ച് നന്നാകുന്നില്ലല്ലോ. വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പുകാര് നിങ്ങൾക്ക് എത്തിയില്ലയോ? ഏതാ മുന്നറിയിപ്പുകാരൻ? മനുഷ്യ, നമ്മുടെ താടിയും തലമുടിയുമൊക്കെ നരച്ചു തുടങ്ങിയാൽ പോകാനുള്ള സമയമായിട്ടുണ്ട് എന്നതിന്റെ ഇൻഫർമേഷനാണ് കേട്ടോ. അതിന്റെ മുന്നറിയിപ്പാട്. എന്നും കണ്ണാടിയിൽ നോക്കി അവന്റെ മുഖവും അവന്റെ താടിയും അവന്റെ മീശയും അവന്റെ തലമുടിയും കൃത്യപ്പെടുത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവന്റെ മീശക്കിടയിൽ, അവന്റെ താടി രോമങ്ങൾക്കിടയിൽ, അവന്റെ തലമുടികൾക്കിടയിൽ അറിയരുതേ എന്ന നിലക്ക് പതുങ്ങിക്കഴിയുന്ന ചില്ലറ വെള്ള രോമങ്ങൾ, അത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മാഷാ അല്ലാഹ്, എനിക്കും പ്രായമായി തുടങ്ങി, ഞാനും പോകാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ ഈ വെളുത്ത രോമങ്ങള് നമുക്ക് നൽകുന്ന നിർദ്ദേശം എന്താണ്? ഇനിയും പഴയതുപോലെ ജീവിക്കല്ല മനുഷ്യ, പോകാനുള്ള സമയമായി കഴിഞ്ഞു.
അതാണല്ലോ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തംതിഫു ശൈബ്, നിങ്ങൾ നരച്ച രോമം പറിക്കണ്ട. ഫഇന്നഹു നൂറുൽ മുസ്ലിമി യൗമൽ ഖിയാമ, അന്ത്യനാളിന് മുസ്ലിമിന്റെ വിളക്കാട്, മുസ്ലിമിന്റെ ലൈറ്റാണ്, അവന്റെ പ്രകാശമാണ്, അവന്റെ നരച്ച രോമങ്ങളെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെയും നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. നരച്ച രോമങ്ങൾ പറിച്ചു മാറ്റാൻ പാടില്ലെന്നും അതിന് കറുപ്പ് ചായം കൊടുക്കാൻ പാടില്ലെന്നും അത് നമുക്കുള്ള മുന്നറിയിപ്പുകാരും താക്കീതുകാരുമാണെന്നും അതിലൂടെ മനുഷ്യൻ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്താൻ ഒരിക്കലും അല്ലാഹു അനുവദിക്കുന്നില്ല. കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 117, 119, 117, 118, 119 ആയത്തുകൾ വളരെ കൃത്യമായി നമ്മോട് പറയുന്ന ഒരാശയം, ഇയദുഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസാ വഇയദുഊന ഇല്ലാ ശൈത്വാനം മരീദാ ലഅനഹുല്ലാഹ് വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂളാ വലഉദില്ലന്നഹും വലഉമന്നിയന്നഹും വലആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആമി വലആമുറന്നഹും ഫലയുഗയ്യിറന്ന ഖൽഖല്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്നത് അത് വലിയ അപകടമാണ്. അത് അല്ലാഹു പൊരുത്തപ്പെടാത്ത കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് വിവരിച്ചു തരുന്നത് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ എന്റെ ഉമ്മമാര് പഠിക്കാൻ, എന്റെ സഹോദരിമാര് പഠിക്കാൻ, എന്റെ ചെറുപ്പക്കാര് പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്നംറഅതൻ സഅലത്തിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്ത്, ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ സമീപത്ത് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ബിനതി അസാബത് ഹൽ ഹസ്ബാ ഫതമറഖ ശഅറുഹാ വഇന്നി സവ്വജ്തുഹാ അഫഅസിലു ഫീ. എന്റെ മകൾക്കൊരു പനി വന്നു. ആ പനി ഒരു 5ാം പനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ രോഗമാണ് വന്നത്. ആ രോഗം കാരണം എന്റെ മകളുടെ തലമുടി പൂർണ്ണമായി കൊഴിഞ്ഞുപോയി. അതുകൊണ്ട് ഞാൻ കൃത്രിമ മുടി വെക്കട്ടെ, എന്റെ മകളുടെ കല്യാണം അന്വേഷിച്ചു കൊണ്ടിരിക്കുക മാത്രമല്ല, ഞാനത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തങ്ങളെ, തലയിലൊരു മുടിയുമില്ലാത്ത ഒരവസ്ഥയിൽ എന്റെ മകൾക്ക് അതൊരു വലിയ ന്യൂനതയായി പോകും. അതുകൊണ്ട് ഞാൻ മറ്റു മുടികൾ വെച്ച്, മറ്റുള്ളവരുടെ മുടികൾ കൃത്രിമമായി വെച്ച് ഞാനതങ്ങ് പരിഹരിക്കട്ടെയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നലെ നാം അത് വിശദീകരിച്ചിട്ടുണ്ട്, ലഅനല്ലാഹുൽ വാസിലത വൽ മൗസൂല. കൃത്രിമ മുടി വെച്ചു കൊടുക്കുന്നവളെയും വെക്കപ്പെടുന്ന പെണ്ണിനെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അവിടുന്ന് മിമ്പറിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് മുടിയുടെ ഒരു കെട്ട് അദ്ദേഹം പിടികൂടുകയാണ്. കൃത്രിമ മുടിയാണ്, വ്യാജമുടിയാണ്. അത് വെച്ചുകൊണ്ട് അയാള് തലമുടിക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ക്ഷുഭിതനായി അവിടുന്ന് പറഞ്ഞു, യാ അഹ്ലൽ മദീന ഐന ഉലമാഉകും,
അല്ല മദീനക്കാരെ, എവിടെ നിങ്ങളെ നാട്ടിലെ പണ്ഡിതന്മാരൊക്കെ? ഇത് തെറ്റാ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? ഇതും പിടിച്ചിങ്ങോട് നടക്കുന്ന കൃത്രിമ മുടിവെക്കുന്ന തലയിൽ തെറ്റാണെന്ന് പണ്ഡിതന്മാര് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? سمعت النبي صلى الله عليه وسلم ينهى عن مثل هذه. ഇത്തരം പ്രവണതകളെ തൊട്ട് അള്ളാന്റെ റസൂല് വിരോധിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നമാ ഹലകത് ബനൂ ഇസ്രായീൽ ഹീന തഖദഹാ നിസാഉഹും. ബനൂ ഇസ്രയേലിന് നാശം വരാൻ തന്നെ കാരണം അവരുടെ പെണ്ണുങ്ങൾ ഇത്തരം പ്രവണത ചെയ്യുന്നവരായിരുന്നു. ഭംഗിക്ക് വേണ്ടി വ്യാജമുടികൾ വെച്ച്, കൃത്രിമ മുടികൾ വെച്ച് അവരുടെ അഴകിന് മാറ്റുകൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബനൂ ഇസ്രയേലിനെ ശപിക്കാൻ കാരണമെന്ന് മുആബിയ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇനി കേട്ടോ നിങ്ങൾ, വീണ്ടും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, أن رسول الله لعن الواصلة والمستوصلة والواشمة والمستوشمة. മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ശാപം, റസൂലുള്ളാന്റെ ശാപം കൃത്രിമ മുടി വെക്കുന്ന പെണ്ണിനിക്കും വെക്കാൻ ആവശ്യപ്പെടുന്ന പെണ്ണിനിക്കുമുണ്ട്. പച്ച കുത്തുന്ന പെണ്ണിനിക്കും പച്ച കുത്താൻ ആവശ്യപ്പെടുന്ന പെണ്ണിനിക്കുമുണ്ട്. ശരീരത്തിൽ പച്ച കുത്തുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, ഇന്ന് പല മക്കളിലും നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് മറ്റേതോ മതക്കാരന്റെ സംസ്കാരമാണ്, അത് ഇസ്ലാമിന് പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. വീണ്ടും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്, ലഅനല്ലാഹുൽ വാശിമാതി വൽ മുസ്തൗശിമാതി വൽ മുതനമ്മിസാതി വൽ മുതഫല്ലിജാതി ബിൽ ഹുസ്ൻ അൽ മുഗയ്യിറാതി ഖൽഖല്ലാഹ്. എന്റെ സഹോദരങ്ങൾ ശരിക്കും പഠിച്ചോളൂ. പച്ച കുത്തുന്ന പെണ്ണിനെയും അതിനാവശ്യപ്പെടുന്ന പെണ്ണിനെയും അതുപോലെ മുഖത്തും പുരികയിലുമുള്ള രോമത്തെ പറിക്കുന്ന പെണ്ണുങ്ങളെയും അല്ലാഹുവിന്റെ റസൂല് ശപിക്കുന്നു. പുരികത്തിന്റെ ഭംഗിക്ക് വേണ്ടി ഒരു കൃത്യമായ അടയാളത്തിൽ മാത്രം പുരികം വെച്ച് എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയും ഇറങ്ങിയും നിൽക്കുന്ന പുരികം പറിച്ച് സ്റ്റൈൽ കാണിക്കുന്നവരില്ലേ? അങ്ങനെ ബ്യൂട്ടി പാർലറുകളിലൊക്കെയും മുഖത്തും മറ്റുമൊക്കെ രോമങ്ങൾ പറിക്കുന്ന സമ്പ്രദായമില്ലേ? അങ്ങനെ ചെയ്യുന്നവരും ചെയ്യാൻ ആവശ്യപ്പെടുന്നവരും ശാപത്തിനിരയായവരാണ്. വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്ൻ, ഭംഗിക്ക് വേണ്ടി പല്ലിന്റെ ഇടയിൽ ചില്ലറ ഗ്യാപ്പ് ഉണ്ടാക്കുന്നവർ, ചെറിയ രൂപത്തിലൊരു ഗ്യാപ്പ് പല്ലുകൾക്കിടയിൽ രാഗിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം, അതൊക്കെയും അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. അൽ മുഗയ്യിറാതി ഖൽഖല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ വ്യത്യാസം വരുത്തുന്ന പെണ്ണുങ്ങളാണിവര്. അവര് ശാപത്തിനിരയായവരാണ്. പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ്. അപ്പൊരു പെണ്ണിന്റെ ചോദ്യം, അല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ ശപിക്കുന്നത്? നിങ്ങൾ എന്തിനിപ്പോ ശപിച്ചത്? അപ്പൊ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ മറുപടി, വമാലി ലാ അൽഅൻ, എനിക്ക് ശപിക്കാതിരിക്കുന്നതിൽ എന്താണുള്ളത്? എനിക്ക് ശപിച്ചുകൂടെ? കാരണം മല്ലഅനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് ശപിച്ചവരെ ഞാൻ ശപിക്കാതിരിക്കുന്നതിൽ എനിക്ക് എന്ത് കിട്ടാനാണ്? റസൂലുള്ള ശപിച്ചിട്ടുണ്ടല്ലോ, അതല്ലേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു,
അപ്പൊ സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ആദർശം അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളായി സ്വാലിഹീങ്ങളായി നമ്മൾ ജീവിക്കണോ? അവിടുന്ന് പഠിപ്പിച്ചത് ഒരു വള്ളി പുള്ളിക്ക് പോലും വ്യത്യാസമില്ലാത്ത വിധം നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ ആ മഹബ്ബത്തങ്ങ് കയറി വരുന്നതാണ്. അല്ലാഹുവേ, ആ മഹബ്ബത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആ മഹബ്ബത്ത് കിട്ടിയപ്പോഴല്ലേ ഉമറുൽ ഖാഹിരി തങ്ങൾ പറഞ്ഞത്, ഹുബ്ബു ഹിബ്ബി ഹബ്ബത്തും ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബ്ബുഹാ മാ കുല്ലു ഹബ്ബിൻ മിൻഹു ലിൽ മിഹലി ഹാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഒരു വിത്ത് എന്റെ ഹൃദയാന്തരങ്ങളിൽ ഞാൻ അങ്ങ് നട്ടപ്പോൾ ആ വിത്തങ്ങ് പടർന്നു വളർന്ന് എന്റെ മനസ്സ് മുഴുവനും റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്തിലാണ്, ഹബീബിനോടുള്ള അനുരാഗത്തിലാണ്. ഇന്ന് ഞാൻ മുഴുവനും മഹബ്ബത്തിന്റെ ലഹരിയിലാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചപ്പോൾ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. വീണ്ടും പറഞ്ഞു, താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖഫമാ തബഅൻ ബിദാദി താഹ താലിയല്ലി താലിതാൽ. മദീനയുടെ സുഗന്ധോദ്യാനത്തിലേക്കൊന്നു പോകാൻ, ആ മുത്തുനബി കിടക്കുന്ന മണ്ണൊന്ന് ചവിട്ടാൻ, അവിടെ ചെന്നിട്ട് ഒരു സലാം പറയാൻ, ആ പുണ്യ കേന്ദ്രം നേരിട്ടൊന്ന് കണ്ട് കണ്ണിന് കുളിർമ ലഭിക്കാൻ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹുവിന്റെ ഏറെ കാലത്തെ താൽപര്യം അല്ലാഹു പൂവണിച്ചു കൊടുത്തപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മദീനയിലേക്കുള്ള യാത്രയാണ്. ഓ ജനങ്ങളെ, മദീനയുടെ താഴ്വാരത്തിലെത്തിയപ്പോഴേക്ക്, പരിസരത്തേക്ക് എത്തിയപ്പോഴേക്ക് എന്റെ ഹൃദയം പതറിപ്പോയി. മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് അങ്ങെത്തിയാൽ അവിടുന്ന് വാഹനപ്പുറത്ത് ഇറങ്ങി നടക്കുന്നു. എന്നെ വഹിച്ചുകൊണ്ടൊരു വാഹനം അതിന്റെ കുളമ്പുകൊണ്ട് എന്റെ മുത്തുനബിയെ കൂട്ടിപ്പിടിച്ച് കിടക്കുന്ന മണ്ണ് ചവിട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്താണ്. ഇമാം ഖാദി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഫായിൽ രേഖപ്പെടുത്തുകയാണ്. ആ മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലെ മുദരിസായിരുന്ന കാലത്തായിരുന്നല്ലോ മദീനയുടെ മണ്ണിന് നിലവാരമില്ല എന്ന് ഒരു ആധിപത്യമുള്ള ഒരു സ്വേച്ഛാധിപതിയായ ഒരു മനുഷ്യൻ സംസാരിച്ചത്. അയാള് റസൂലുള്ളാഹിന്റെ ബഹുമാനം നിഷേധിക്കാൻ, മദീനത്തെ മണ്ണിന്റെ നിലവാരം ഇല്ലായ്മ ചെയ്യാൻ അയാൾ പറഞ്ഞു, മദീനത്തെ മണ്ണിന് യാതൊരു ബഹുമാനവും ഇല്ല. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹുവിന് ആകെ ദേഷ്യം വന്നു. അവിടുന്ന് പറഞ്ഞു, അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം, അവന് ശിക്ഷ കൊടുക്കണം. അപ്പാരോ പറഞ്ഞു, ലഹു ഖദ്റുൻ അളീം, നല്ല സ്ഥാനമുള്ള നല്ല യോഗ്യനായ ഒരു മനുഷ്യനാണ് അയാള്. അതുകൊണ്ട് തന്നെ നാട്ടിലെ ഒരു കാരണവരാണ്, നമ്മൾ ആക്ഷൻ എടുക്കാൻ പറ്റുമോ മാലിക് തങ്ങളെ? അള്ളാന്റെ റസൂല് കിടക്കുന്ന മണ്ണിന് നിലവാരമില്ലെന്ന് പറഞ്ഞവന് നിലവാരമില്ല. അവന് ലോകത്ത് എത്ര വലിയ തമ്പുരാനാണെങ്കിലും, ഏത് വലിയ ചക്രവർത്തിയാണെങ്കിലും, ഏത് വലിയ രാജകസേരയിൽ ഇരിക്കുന്നവനാണെങ്കിലും, റസൂലുള്ളാഹി തങ്ങൾ കിടക്കുന്ന മണ്ണിന് നിലവാരമില്ലെന്ന് പറഞ്ഞവന് നിലവാരമില്ല.
അതാണ് മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാരായ സ്വാലിഹീങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി അനുഭവിച്ചപ്പോൾ അവർക്ക് മദീന കാണുമ്പോൾ തന്നെ പതറലാണ്. സുറുലരിഹൽ മുസ്തഫ വസിദ് ഇഖാമതം ബിഹി زرت حميم زابيا عن قلبك الزلزال زال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. മോനെ റസൂലുള്ളാഹിന്റെ ജാറം സിയാറത്ത് ചെയ്യാൻ നീ പോയിക്കോ. എന്നിട്ടൊരു ഭാഗത്ത് നിന്നു, നന്നായി നിന്നു. സമയം വൈകുന്നതൊരു വിഷയമാക്കണ്ട. കാരണം എത്ര സമയം വൈകിയാലും വൈകുന്നതിനനുസരിച്ച് ഇപ്പുറത്ത് ക്വാളിഫിക്കേഷൻ ലഭിക്കാവുന്ന ഒരു മഹാകേന്ദ്രത്തിലും ഒരു മഹാനേതാവിന്റെയും ചാരത്താണ് മോനെ നീ ഇപ്പോൾ നിൽക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാഹിരി അൽ ഖാദിരി റഹിമഹുല്ലാഹ് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഖല്ലി ഖില്ലി ഖുല്ലതൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. അതുകൊണ്ട് നല്ലവരെ കൂട്ടുകാരനായി നീ സ്വീകരിച്ചോ. എന്നാ ഞാൻ പറഞ്ഞതൊക്കെ നിനക്കും നേടാൻ കഴിയും. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരെയാണ് നീയും സ്നേഹിക്കേണ്ടത്. റസൂലുള്ളാഹിനെ ആദരിക്കുന്നവരെയാണ് നീയും ആദരിക്കേണ്ടത്. റസൂലുള്ളാഹിനെ കുറ്റം പറയുന്നവരെയല്ല നീ സ്നേഹിക്കേണ്ടത്. അവരെ കൂടെയല്ല നീ കൂടേണ്ടത്. റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നവരുടെ കൂടെ കൂടണം. അല്ലെങ്കിൽ മോനെ നിന്റെ ഖാത്തിമത്ത് പാളിപ്പോകുന്നതാണ്. അവസാന ടെസ്റ്റില്ലേ, ഫൈനൽ പരീക്ഷയില്ലേ, മരണമെന്ന മുഹൂർത്തത്തിൽ നീ പരാജയപ്പെട്ടു പോകും മോനെ. അതാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് മാത്രമാണ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള മാനദണ്ഡം. ഈ റബീഇന്റെ സന്ദേശമായി സമാപന സമ്മേളനത്തിൽ, ഈ ത്രിദിന മദ്ഹുർ റസൂലിന്റെ സമാപന ഘട്ടത്തിൽ ഞാനൊരു വസിയ്യത്ത് പറഞ്ഞോട്ടെ. എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, റസൂലുള്ളാഹിനെ പിടിച്ചോ. ഹബീബിന്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കോ. മറ്റൊരാളെ കുറിച്ച് നിനക്ക് ഗീബത്ത് പറയാൻ നേരമെവിടെ? നമീമത്ത് പരത്താൻ നേരമെവിടെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതം കണ്ടില്ലേ? സ്വന്തം ഭാര്യമാർക്കിടയിൽ പോലും യാതൊരു അസ്വാരസ്യവും ഇല്ലാതിരിക്കാൻ വേണ്ടി വളരെയേറെ ശ്രദ്ധിച്ച നേതാവേ, മദീനയിലെ രാജാവേ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് സഫിയയാകുന്ന തന്റെ സഹകളസ്ത്രീയെ കുറിച്ച്, റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. ആയിഷ ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല. പക്ഷേ പറഞ്ഞ വാക്ക് ഒരു തെറ്റാണെന്ന് നബി തങ്ങൾക്ക് മനസ്സിലായി. എന്താ പറഞ്ഞത് നബിയേ? സഫിയ ആള് കുറിയ പെണ്ണാണല്ലേ. എന്തിനാ ആയിഷ അത് പറഞ്ഞത്? അത് സഫിയയെ നിസാരപ്പെടുത്താനല്ലേ, സഫിയാനെ ഒന്ന് മോശമാക്കാനല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോളെ ആയിഷ, നീ പറഞ്ഞ ഈ ഒരു വാക്കില്ലേ, കടൽ വെള്ളത്തിൽ കൊണ്ടുപോയി കലക്കിയാൽ
കടൽ വെള്ളം മുഴുവനും നാറിപ്പോകും ആയിഷ. സംഗതി ചെറിയ ഒരു വാക്കാണ് പറഞ്ഞത്, അതിന്റെ ഗൗരവം വലുതാണ് കേട്ടോ. ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരൻ വെറുക്കുന്നത് അവനെ കുറിച്ച് നീ പറയുന്നതാണ് ഗീബത്തെന്ന് പഠിപ്പിച്ച നേതാവേ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്കെവിടെ അന്യന്റെ കുറ്റവും കുറവും പറയാൻ, അന്യന്റെ നമീമത്ത് പറയാൻ, അവനെ കുറിച്ചുള്ള പരദൂഷണം പറയാൻ നമ്മളെ നാവ് അല്ല പൊരുത്തപ്പെടണ്ടേ? അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഇതാണെന്ന് പറഞ്ഞവിടുത്തെ നാവ് പിടിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയെങ്കിൽ ആ നാവ് കൊണ്ടുള്ള ഭവിഷ്യത്ത് ചില്ലറയല്ല. ഇന്നൽ അബ്ദല യതകല്ലമു മിൻ കലിമത്തില്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഒരു വാക്ക് സംസാരിക്കുന്നു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മാ യതബയ്യനു ഫീഹാ, അതിലവൻ ചിന്തിക്കുന്നില്ല ആ വാക്ക് നല്ലതാണോ ചീത്തയാണോ, ഗുണമാണോ ദോഷമാണോ, ഉപകാരമാണോ ഉപദ്രവമാണോ, അവൻ ആലോചിക്കുന്നില്ല. അങ്ങനെയാണ് അവൻ ഒരു വാക്ക് സംസാരിച്ചത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യസുല്ലു ബിഹാ ഇലന്നാരി അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, അവനതാ ആ ഒരൊറ്റ വാക്ക് കാരണമായി കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയിലുള്ള വഴി ദൂരത്തേക്കാൾ അപ്പുറം നരകത്തിലേക്ക് അവൻ വഴുതി വീഴുന്നു. ഹബീബായ നബിയേ, അവിടുത്തെ വാക്ക് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഞങ്ങളുടെ നാവും മനസ്സും അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലാക്കി നീ സ്വീകരിക്കണേ അല്ലാഹ്. മഹദിയായ സഫിയ ബീവിയെ കുറിച്ച് ഒരു ചെറിയ വാക്ക് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂലിന്റെ ഇടപെടൽ കണ്ടില്ലേ? പരിശുദ്ധ ഖുർആൻ അത് സംബന്ധമായി നമ്മെ പഠിപ്പിച്ചില്ലേ? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ ഫഅസ്ലിഹു ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആദർശത്തിൽ പരസ്പരം സഹോദരങ്ങളാണ്, സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ വല്ല വിയോജിപ്പുണ്ടായാൽ യോജിപ്പുണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരിശ്രമിക്കണം. ഒരിക്കലും നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. ആൻഡ് ഹോൾഡ് ഫാസ്റ്റ് all of you together to the cable of Allah. Don't separate. നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. നിങ്ങൾ ചിന്ന ഭിന്നമായ ഹൃദയത്തിന്റെ ഉടമകളാകാൻ പാടില്ല. നിങ്ങൾ ഒരേ മനസ്സുള്ളവരായി ഒരേ ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി പരസ്പരം കല്ലുകൾ ചേർന്ന് നിന്ന് സഹകരിച്ചപ്പോൾ ഒരു സുന്ദരമായ മണിമാളിക, ഒരു സുന്ദരമായ സൗധം ലോകത്ത് നിർമ്മിക്കാനായെങ്കിൽ ഇതുപോലെ നിങ്ങൾ പരസ്പരം സുഹൃത്തുക്കളായി സഹോദരങ്ങളായി സഹകരിച്ച് ജീവിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അപ്പോഴാണ് നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള ബഹുമാനം കിട്ടുന്നത്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ് ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്, ഒരു സ്ത്രീ വിഭാഗവും മറ്റൊരു സ്ത്രീ വിഭാഗത്തെ പരിഹസിക്കരുത്. കാരണം പരിഹസിക്കുന്നവരെക്കാൾ എത്രയോ നല്ലവരായിരിക്കാൻ സാധ്യതയുണ്ട് പരിഹസിക്കപ്പെടുന്നവർ. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ ആരെങ്കിലും പരിഹസിച്ചാൽ അത് അപകടമാണെന്ന് പരിശുദ്ധ ഖുർആൻ. വലാ തൽമിസു
തൽമിസൂ അൻഫുസകും, നിങ്ങൾ പരസ്പരം കുത്തുവാക്ക് പറയരുത്. മറ്റവനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുന്ന പണി നിങ്ങൾ ചെയ്യരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ്, നിങ്ങൾ പരസ്പരം പരിഹാസ പേരുകളെ കൊണ്ട് ആക്ഷേപിക്കുകയും ചെയ്യരുത്. ചില ആളുകൾക്ക് തന്റെ വാപ്പയിട്ട പേര്, ഉമ്മ നൽകിയ പേര്, അത് വിളിക്കാൻ ആളുകളില്ല. പിന്നെയോ അവന്റെ ടൈറ്റിൽ പേരുകൾ, പരിഹാസ പേരുകൾ, അത് വിളിച്ചുകൊണ്ട് പരിഹസിക്കുന്നത് എത്രയുണ്ട്. അങ്ങനെ ആളുകൾ അഭിസംബോധന ചെയ്യുന്നവരെത്രയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ഈമാൻ കിട്ടിയതിനു ശേഷം ഈ ദുഷിച്ച പേരൊക്കെ എത്ര ചീത്തയാണ്. ഇതൊന്നും പാടില്ല കേട്ടോ. പരിശുദ്ധ റബീഇന്റെ സന്ദേശമായിട്ട് അല്ലാഹു നമ്മുടെ നാവ് പൊരുത്തപ്പെടട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ സ്വലാത്ത് ചൊല്ലണം, റസൂലുള്ളാഹിക്ക് പ്രിയപ്പെട്ടത് ചൊല്ലണം, ഖുർആൻ ഓതുന്ന നാവും മനസ്സുമാകണം. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. മഹദിയായ ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹാ സഫിയ ബീവിയെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? സഫിയ, നിന്റെ ബാപ്പ ഒരു ജൂതനാണ്, നീ ജൂതന്റെ മോളാണ്. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോ അതാ സഫിയ ബീവി കരയുന്നതാണ് കാണുന്നത്. എന്തിനാ സഫിയ കരയുന്നത്? സഫിയ ബീവി കാര്യം പറഞ്ഞു കൊടുത്തു. ഹബീബായ നബിയേ, ഹഫ്സ എന്നെ കുറിച്ച് പറഞ്ഞു, എന്റെ ബാപ്പ ജൂതനാണ്, ജൂതന്റെ മോളാണ് ഞാൻ. അതേ സമയത്ത് ഹഫ്സായുടെ ബാപ്പ ഉമർ സ്വഹാബിയാണ്. എനിക്ക് മോശമാണ്, എനിക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പരിഹസിച്ചിട്ടുള്ളത്. എനിക്കതൊരു വല്ലാത്ത വേദനയായി പോയി. ശരിക്കും പറഞ്ഞാൽ സഫിയയുടെ ബാപ്പ ജൂതൻ തന്നെയായിരുന്നു. സഫിയ ബിൻത് ഹയ്യ് ബിൻ അഖ്തൽ, അഖ്തലിന്റെ മകനായ ഹയ്യിന്റെ മകളായ സഫിയ ബീബി റളിയല്ലാഹു അൻഹാ. പറഞ്ഞത് സത്യമാണ്, പക്ഷേ ഉള്ളത് പറയൽ തന്നെയാണ് ഗീബത്ത് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഉള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ പറയപ്പെടുന്ന വ്യക്തിക്ക് അത് വെറുപ്പാണെങ്കിൽ പറയൽ ഗീബത്താണ്, ഇല്ലാത്തത് പറയുന്നത് കളവാണ്. അള്ളാന്റെ റസൂല് സമാശ്വസിപ്പിച്ചു, സഫിയ കരയരുത്. കാരണം എന്തേ? ഹഫ്സായുടെ ധാരണ തെറ്റിപ്പോയതാണ്. അവള് മനസ്സിലാക്കിയത് നിന്നെ പരിഹസിക്കാൻ ഇതൊരു അവസരമാണെന്നാണ്, അല്ലെങ്കിൽ നിനക്ക് സ്ഥാനം കുറയാൻ ഇതൊരു കാരണമാണെന്നാണ്. ധാരണ പഴച്ചുപോയി സഫിയ. കരയല്ല മോളെ. ഇന്നകി ലിബ്നതി നബിയിൻ വഅമ്മുകി നബിയുൻ വഇന്നകി ലതഹ്ത നബിയിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നീ ഒരു പ്രവാചകന്റെ മകളാണ്, നിന്റെ ബാപ്പ ഒരു പ്രവാചകനാണ്, നിന്റെ ബാപ്പയുടെ പിതൃ സഹോദരൻ അതും ഒരു പ്രവാചകനാണ്, നീയും ഒരു നബിയുടെ കീഴിലാണ്. ഈ ബഹുമാനം പൂർണ്ണമായി ഹഫ്സാക്കില്ല മോളെ. സുബ്ഹാനല്ലാഹ്. സഫിയയുടെ ബാപ്പ ജൂതനാണെന്ന് ചരിത്രം തെളിയിച്ച സത്യമാണ്. പിന്നെന്താ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? അതാ നമ്മൾ പഠിക്കേണ്ടത്. നേരെ പാപ്പ സംഗതി ജൂതനാണെങ്കിലും 20ാമത്തെ ഉപ്പാപ്പയില്ലേ, അത് ഹാറൂൻ നബി അലൈഹിസ്സലാമാണ്. ഹാറൂൻ നബിയുടെ പിതൃ സഹോദരൻ മൂസാ നബി അലൈഹിസ്സലാമാണ്. ഹഫ്സായുടെ പരമ്പര വായിക്കുമ്പോൾ ആ ഉപ്പാപ്പമാരിൽ ഒരു നബിയെ കാണൂല.
അതാണ് ഖുർആൻ പറഞ്ഞത്, വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു സ്ത്രീ വിഭാഗവും മറ്റൊരു സ്ത്രീ വിഭാഗത്തെ പരിഹസിക്കരുത്. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, നമ്മളെ വീക്ഷണത്തിൽ ഒരുപക്ഷേ അവര് മോശക്കാരാണെങ്കിലും യഥാർത്ഥത്തിൽ നമ്മളെക്കാൾ അവരായിരിക്കും സ്ഥാനമുള്ളവരെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അപ്പോൾ നമ്മുടെ നാവും നമ്മുടെ മനസ്സും അല്ലാഹുവിന്റെ പൊരുത്തത്തിലാകണമെങ്കിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, മനസ്സ് മദീനയോട് ചേരണം, റസൂലുള്ളാഹിനെ മനസ്സിലേക്ക് കൊണ്ടുവരണം. മാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, റസൂലുള്ള മുഅ്മിനീങ്ങളിലുള്ള കാലമെത്രയും അവർക്ക് ശിക്ഷയില്ല, അവർക്ക് അദാബില്ല. റസൂലുള്ള വേണം നമ്മിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചലനത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ അംബീഷൻസിൽ, നമ്മുടെ കോൺഫിഡൻസിൽ, നമ്മുടെ ഡിറ്റർമിനേഷനിൽ എവിടെയും തിളങ്ങി നിൽക്കണം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം വാക്കിൽ മാത്രം നിൽക്കേണ്ടതല്ല, എഴുത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. മനസ്സറിഞ്ഞ സ്നേഹത്തിന്റെ ഉദാഹരണം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. കണ്ടില്ലേ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദലായിലുൻ നുബുവയിൽ രേഖപ്പെടുത്തുന്ന സംഭവം, ലമ്മാ ഖീല യൗമ ഉഹദ് ഖുതില മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോ ജനങ്ങളിലൊക്കെയും ഒരു മെസ്സേജ് പരന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായെന്ന്. വകസുറത്തിസ് സവാരിഖു ബിൽ മദീന, മദീനയിലതാ കരച്ചില് വർദ്ധിച്ചു. പടച്ചവനെ, തലയിൽ വെച്ചാൽ പേനരിക്കുമോ, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമോ? ഇങ്ങനെ ബഹുമാനിച്ച് സ്നേഹിച്ചുകൊണ്ട് നടന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായെന്ന വിവരം നാട്ടിലങ്ങ് ഫ്ലാഷായപ്പോൾ മദീന കൂട്ടക്കരച്ചിലാണ്. വഖറജത് ഇംറഅത്തും മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങി. ഫസ്തഖ്ബലത് ബി അഖീഹാ വബ്നിഹാ വസൗജിഹാ വഅബീഹാ ഖത്ലാ. ഉഹദ് രണാങ്കണ ഭൂമിയിലേക്കാ വന്നത്. ആ പെണ്ണിന്റെ നേരെ മുന്നിലുള്ളത് ചേതനയെത്തി കിടക്കുന്ന ഭർത്താവിന്റെ ശരീരമാണ്, ബാപ്പയുടെ ശരീരമാണ്, സഹോദരന്റെ ശരീരമാണ്, മകന്റെ ശരീരമാണ്. അതൊന്നും പെണ്ണിനൊരു വിഷയമല്ല. ലാ തദ്രീ ബി അയ്യിഹിം ഇസ്തഖ്ബലത്, ആരുടെ മുന്നിലാണ് നിൽക്കുന്നതൊന്നും ആ പെണ്ണ് അറിയുന്നില്ല. ആ പെണ്ണ് നോക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ എവിടെയെന്നാണ്. ഫകുല്ലമാ മറത് ബിവാഹിദിൻ മിൻഹും സരീആ ഖാലത് മൻ ഹാദാ. വേദനിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വളരെ ധൃതിപ്പെട്ട് ഓരോ ചേതനയേറ്റ് കിടക്കുന്ന ജനാസയുടെയും സമീപത്തേക്ക് എത്തുമ്പോൾ, ആരാണ് മക്കളെ ഈ കിടക്കുന്നത്? എന്റെ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി എന്നാണല്ലോ ഞാൻ കേട്ടത്. ഞാൻ അന്വേഷിക്കുകയാണ്, എന്റെ ഹബീബ് എവിടെ? ആരാണ് ഈ കിടക്കുന്നത്? രക്തത്തിൽ പൊതിർന്നതുകൊണ്ട്, രക്തം ശരീരമാസകലം കലർന്നതുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഖാലൂ, അവര് പറഞ്ഞു, അഖൂക വ അബൂക, അഖൂകി വ അബൂക. പെണ്ണേ, നിന്റെ സഹോദരനാണ് ഈ ചേതനയേറ്റ് കിടക്കുന്നത്, നിന്റെ ബാപ്പയാണ് അപ്പുറത്ത് കിടക്കുന്നത്. വസൗജിക്കി വബുനിക്കി, നിന്റെ മകനാണ് അപ്പുറത്ത് കിടക്കുന്നത്, നിന്റെ ഭർത്താവാണ് ഇപ്പുറത്ത് കിടക്കുന്നത്. കാലത്ത് പെണ്ണ് പറഞ്ഞു, ഫമാ ഫുഇല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ റസൂലുള്ളാഹിനെ എന്ത് ചെയ്തു?
ബാപ്പ മരിച്ചതെനിക്ക് വിഷയമല്ല, ഭർത്താവ് നഷ്ടപ്പെട്ടതെനിക്കൊരു പരിഭ്രാന്തിയില്ല, എന്റെ മക്കളോ സഹോദരങ്ങളോ പോയതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല. എന്റെ റസൂലുള്ള എവിടെ? അപ്പോഴാണ് അവര് പറഞ്ഞത്, അതാണോ വിഷയം? അമാമക്ക്, നിന്റെ മുന്നിൽ തന്നെയുണ്ടല്ലോ പെണ്ണേ, അല്ലാഹുവിന്റെ റസൂല് വിശ്രമിക്കുന്നുണ്ട്. ആ പെണ്ണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവരം ചോദിക്കുമ്പോ ആളുകൾ പറഞ്ഞു, ഖൈറാ ഹുവ ബിഹംദില്ലാഹി കമാ തുഹിബ്ബീ, നീ ഇഷ്ടപ്പെടുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന് ഒന്നും പറ്റാതെ തങ്ങൾ നല്ല റാഹത്തോടെ വിശ്രമിക്കുന്നുണ്ട് മോളെ. ഫഖാലത്ത് അറൂനീഹി ഹത്താ അൻദുറ ഇലൈ, എനിക്കൊന്ന് കാണിച്ചു തരോ, ഒന്ന് നോക്കാനാ, എന്റെ റസൂലുള്ളാനെ ഒന്ന് കാണാനാണ്. ആ പെണ്ണ് റസൂലുള്ളാനെ കണ്ടപ്പോൾ ഖാലത്ത്, ആ പെണ്ണ് പറയുന്നു, ഫഅഖദതു ബിനാഹിയതി സൗബിഹി, റസൂലുള്ളാന്റെ തോളിലിട്ട ഷാളിന്റെ ഒരഗ്രം പിടിച്ചിട്ട്, ഹബീബായ നബിയേ, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്, തങ്ങൾക്കൊരു കേടും പറ്റിയിട്ടില്ല എന്ന് അറിഞ്ഞതോടെ എന്റെ മുമ്പിലുള്ള എല്ലാ പരീക്ഷണങ്ങളും, എല്ലാ വിപത്തുകളും, അഥവാ എന്റെ അപ്പ നഷ്ടപ്പെട്ടത്, എന്റെ കുടുംബം നഷ്ടപ്പെട്ടത്, എന്റെ മകൻ നഷ്ടപ്പെട്ടത്, എന്റെ സഹോദരൻ നഷ്ടപ്പെട്ടത്, എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടത്, ഞാൻ എന്റെ കുടുംബത്തിൽ ഒറ്റയായത്, ഈ മുസീബത്തൊന്നും എനിക്കൊരു വിഷയമായി തോന്നിയിട്ടില്ല. അതൊക്കെ ജലലുൻ യാ റസൂലല്ലാഹ്, തങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോ എത്രയോ ചെറുതാണ് തങ്ങളെ. ബിഅബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, എന്റെ ബാപ്പയെ തങ്ങൾക്ക് സമർപ്പിക്കുന്നു, എന്റെ ഉമ്മയെ തങ്ങൾക്ക് സമർപ്പിക്കുന്നു. ലാ ഉബാലി ഇദാ സലിംത മിൻ അതബ്, അല്ലാഹുവിന്റെ റസൂലേ, വിപത്തിൽ നിന്ന്, പരീക്ഷണത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് തങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുമ്പോൾ ഇതാണ് ശരിയായ മഹബ്ബത്ത് കേട്ടോ. കണ്ടില്ലേ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ, കാന റജുലുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൻദുറു ഇലൈഹി ലാ യത്രിഫ്, കണ്ണ് ചിമ്മാതെ ഒരാൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്, മാ ബാലുക്, എന്താ മോനെ നിന്റെ പ്രശ്നം? കണ്ണ് വെട്ടാതെ, ഇമ വെട്ടാതെ, ഒന്ന് ചിമ്മി തുറക്കുക പോലും ചെയ്യാതെ എന്താ ഇങ്ങനെ നോക്കുന്നത് മോനെ? ആ സ്വഹാബി പറഞ്ഞു, ബിഅബീ അൻത വ ഉമ്മീ, എന്റെ ബാപ്പയെയും എന്റെ ഉമ്മയെയും തങ്ങൾക്ക് സമർപ്പിക്കുന്നു. അതമത്തഉ ബിന്നദിരി ഇലൈക യാ റസൂലല്ലാഹ്, ഞാൻ തങ്ങളിലേക്ക് നോക്കിയിട്ട് സുഖിക്കുകയാണ്, എന്റെ മനസ്സ് സന്തോഷിക്കുകയാണ്. പക്ഷേ ഫഇദാ കാന യൗമുൽ ഖിയാമ റഫഅക അല്ലാഹു ബിതഫ്ളീനിഹി, അപ്പോഴൊക്കെയും എന്റെ മനസ്സിനൊരു പരിഭ്രാന്തിയുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലെത്തുമ്പോ അമ്പിയാക്കളുടെ സ്റ്റേജിലേക്ക് തങ്ങൾ അല്ലാഹു അങ്ങ് ഉയർത്തും, ഞങ്ങളൊക്കെ ചെറിയ താഴ്ന്ന സ്റ്റേജിലാകുമ്പോ ഈ നോട്ടം ഞങ്ങൾക്ക് അവിടെ കിട്ടുമോ?
സൗബാൻ റളിയല്ലാഹു അൻഹു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത മഹബ്ബത്തുള്ള മഹാനായിരുന്നു. പക്ഷേ ഖലീലസ് സബ്രി അൻഹു, തീരെ ക്ഷമയില്ലാത്ത ചെറുപ്പക്കാരനാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ സഹായിയാണ്. ആ സൗബാൻ തങ്ങൾ ഒരു ദിവസം റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് ഓടി വന്നു. ഖദ് തഗയ്യറ ലൗനുഹു യുറഫുൽ ഹുസ്നു ഫീ വജ്ഹിഹി, മുഖത്ത് ടെൻഷൻ കാണാവുന്ന വിധം നിറമാകെ വ്യത്യാസപ്പെട്ടിട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഓടി വന്ന സന്ദർഭം. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, മാ ഗയ്യറ ലൗനക യാ സൗബാൻ, എന്തേ സൗബാനെ നിറമൊക്കെ മാറിയിട്ടുണ്ടല്ലോ, എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയുള്ളതുപോലെ. യാ റസൂലല്ലാഹ് മാ ബി മറദും വലാ വജ്ഉൻ ഗൈറ അന്നി ഇല്ലം അറക് ഇസ്തൗഹശ്തു വഹ്ശതൻ ശദീദൻ ഹത്താ അൽഖാക് ثم ذكرت الآخرة فأخاف ألا أراك لأنك ترفع مع النبيين وإني إن دخلت الجنة كنت في منزلة أدنى من منزلتك وإن لم أدخل الجنة لا أراك أبدا. അല്ലാഹുവിന്റെ റസൂലേ, നിറം മാറാൻ ഒരു കാരണമുണ്ട്. കാണണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ കാണണം. ഒരൽപ്പം വൈകിപ്പോയാൽ ക്ഷമയില്ലാത്ത സൗബാനിന്റെ മനസ്സ് വേദനിച്ചു പോകും, എന്റെ നിറം മാറിപ്പോകും. പക്ഷേ ഇപ്പോൾ എന്റെ വിഷയം അതല്ല. ഇവിടെ വെച്ച് കാണാൻ തുനിയുമ്പോൾ ഓടി വന്നിട്ടെങ്കിലും കാണാനുള്ള വകുപ്പുണ്ട്. ആഖിറത്തിലാകുമ്പോഴോ എനിക്ക് പേടിയാകുന്നു തങ്ങളെ. അമ്പിയാക്കളുടെ സ്റ്റേജിലേക്ക് തങ്ങളങ്ങ് കയറിയാൽ ഞങ്ങള് സ്വർഗത്തിലാണെങ്കിൽ തന്നെയും ഞങ്ങളൊക്കെയും തങ്ങളുടെ പദവിയിലേക്ക് ചേർത്തി നോക്കുമ്പോ വളരെ താഴ്ന്ന പദവിയിലാകുമല്ലോ, കാണാൻ അവസരമുണ്ടാകൂലല്ലോ. ഇനി ഞങ്ങള് സ്വർഗത്തിലല്ലെങ്കിലോ പിന്നെ പറയാനില്ല. ഈ കാണലിന് വല്ല അവസരവും ഉണ്ടാകുമോ ആഖിറത്തില്? മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു വേദനിക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമാശ്വസിപ്പിച്ചുകൊണ്ട് ആയത്തിറക്കുന്നത്. അൽഹംദുലില്ലാഹ്, മഹാനായ തങ്ങള് ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പുറത്തു നിൽക്കുന്നവരൊക്കെ സാസിലേക്ക് കടന്നിരിക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടിയും തങ്ങൾ ദുആ ചെയ്യും. അള്ളാഹു തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ദീനീ ഖിദ്മത്തിന് ഇതുപോലെയുള്ള ആത്മീയ സദസ്സുകൾക്ക് ഒരുപാട് നേതൃത്വം നൽകാൻ അള്ളാഹു അവർക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. അവരുടെ തണലിലായി ജീവിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിലെ ആയത്ത്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം വന്നു, പരിഭ്രമിക്കണ്ട. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന മുഹബ്ബീങ്ങളെ, ആഖിറത്തിന്റെ കാര്യം ആലോചിച്ച് വേദനിക്കണ്ട.
അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളും അവരംബിയാക്കളോടൊപ്പമാണ്, സുദ്ദീഖീങ്ങളോടൊപ്പമാണ്, ശുഹദാക്കളും സ്വാലിഹീങ്ങളുമുള്ള സ്വർഗത്തിൽ തന്നെയാണ്. ഇതങ്ങ് കേട്ടപ്പോൾ സന്തോഷിച്ചു പോയി സ്വഹാബത്ത്. മഹാന്മാരായ സ്വഹാബത്തിന്റെ പേടി അതാണ്. ദുനിയാവിൽ വെച്ച് കാണാൻ കൊതിക്കുമ്പോഴേക്ക് ഓടി വന്ന് കാണാൻ കഴിയുന്നു. ശാശ്വതമായ ജീവിതം ആഖിറത്തിലാണ്. ആ ആഖിറത്തിൽ ഇതിനുള്ള ഗ്യാപ്പ് നഷ്ടപ്പെടുമോ? ഈ ചാൻസ് മുടങ്ങിപ്പോകുമോ? അവർക്ക് സമാധാനമായി പരിശുദ്ധ ഖുർആൻ ഇല്ല മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിനെ അനുസരിക്കുന്നവർ, അല്ലാഹുവിനെ വഴിപ്പെടുന്നവർ അവരംബിയാക്കളോടൊപ്പം തന്നെ. യഥാർത്ഥ മുഹബ്ബീങ്ങളുടെ മനസ്സാണത്. സ്നേഹം വരുമ്പോൾ അതവരുടെ ശരീരമറിയുന്നു. സ്നേഹിക്കുന്നവൻ അവന്റെ മനസ്സറിയുന്നു. ഇതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഇത് വരാനല്ലേ നമ്മൾ റബീഇന്റെ സന്ദേശമായി ഹബീബിനെ നമുക്ക് അനുഗ്രഹമായി അല്ലാഹു തന്ന മാസത്തിൽ അവിടുത്തെ മദ്ഹ് പറയാൻ മഞ്ഞ് പെയ്തിറങ്ങുമ്പോഴും ഈ മരം കോച്ചുന്ന തണുപ്പുള്ള സന്ദർഭത്തിലും സമയം ഒരുപാടങ്ങ് വൈകുമ്പോഴും ഹബീബിന്റെ മദ്ഹും കേട്ട് ആനന്ദിച്ച് നമ്മൾ ഇരുന്നത്, ഈ കേട്ട മനസ്സ് അല്ലാഹു നരകത്തിലിടാതിരിക്കട്ടെ. ഈ കേട്ട മനസ്സ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ കേട്ട മനസ്സുകൊണ്ട് അല്ലാഹു ഹബീബിന്റെ ജിവാറിലെത്താൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നേരം വൈകുന്നതിലാരും പേടിക്കണ്ട. ഇനി ഒരു റബീഇന്റെ സന്ദേശം, ഇതുപോലെ ഒരു മദ്ഹുർ റസൂൽ പ്രഭാഷണം ഈ സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ വരുന്ന വർഷത്തിലേ നമുക്ക് സാധിക്കൂ. ഈ പറഞ്ഞ റഫീഖ് ഹസനി ഉണ്ടാകുമോ പറയാൻ? ദുആക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മൾ വിളിച്ചു വരുത്തിയ എന്റെ തങ്ങളുണ്ടാകുമോ? ഈ ഇരിക്കുന്ന നമ്മളുണ്ടാകുമോ? അതുകൊണ്ട് അല്ലാഹുവേ, ഈ മജ്ലിസ് സാക്ഷ്യപ്പെടുത്തി, ഇവിടെ വർഷിക്കുന്ന റഹ്മത്തിനെ സാക്ഷ്യപ്പെടുത്തി, ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കരുതേ റഹ്മാനേ. ഇനിയും ഒരുപാട് മദ്ഹുർ റസൂലിന്റെ മജ്ലിസിൽ ഞങ്ങൾക്ക് നിറഞ്ഞു നിന്ന് ആ പുണ്യസാഗരത്തെ കുറിച്ച് കേൾക്കാൻ, ഹൃദയത്തിന് സന്തോഷം പകരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു കാന യഅമലു ഫീ ജന്നത്തിൻ ലഹു. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാ മകൻ വന്നിട്ട് പറഞ്ഞത്, അന്നൻ നബിയ ഖത്ത് വഫിയ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയി ബാപ്പാ. ആ സമയത്ത് തന്നെ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു രണ്ട് കൈയും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ടൊരൊറ്റ ദുആ, അല്ലാഹുമ്മ അദ്ഹിബ് ബസരി ഹത്താ ലാ അദ്രി ബഅദ ഹബീബി മുഹമ്മദിൻ അഹദാ. ഇനി എനിക്ക് ഈ കണ്ണിന്റെ കാഴ്ച വേണ്ട. ഇത്രയും കാലം ദുനിയാവിൽ വെച്ച് നന്നായി കണ്ട് നന്നായി സന്തോഷിച്ച ആ നേതാവിനെ കണ്ട കണ്ണെനിക്ക് ആഖിറത്തിലേക്ക് സൂക്ഷിക്കണം. അതുകൊണ്ട് ഇനി എനിക്കൊന്നും ഇവിടെ കാണണ്ട. അദ്ഹിബ് ബസരി വഅ്മി ബസരി. മനസ്സറിഞ്ഞ ദുആക്ക് അല്ലാഹു ഖബൂൽ കൊടുക്കൂന്നല്ലേ. ആ സമയം തന്നെ അവിടുത്തെ കാഴ്ച അല്ലാഹു പിൻവലിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദിന് പിന്നെ കാഴ്ചയുണ്ടായിട്ടില്ല.
അതാണ് മനസ്സറിഞ്ഞ സ്നേഹം മുസ്ലിമീങ്ങളെ. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് വഅലം അന്നഹു ലാ യുംകിനു അൻ യജ്തമിഅ ഫിൽ ഖൽബി ഹുബ്ബാനി, ഒരു ഹൃദയത്തിൽ രണ്ട് സ്നേഹത്തിന് സമ്മേളിക്കാനാകൂല. ഫഇന്നൽ മഹബ്ബത സ്സാദിഖത തഖ്തദീ തൗഹീദൽ മഹ്ബൂബ്, ശരിയായ മഹബ്ബത്ത് ആവശ്യപ്പെടുന്നത് അവിടുന്ന് ഇഷ്ടപ്പെടുന്ന മെഹബൂബിനെ മാത്രം ഹൃദയത്തിൽ കൊണ്ടു നടക്കാനാണ്. ആ മെഹബൂബ് മാത്രം മതി എന്ന താൽപര്യമാണ്. ഫല്യഖ്തരിൽ മർഉ ലിനഫ്സിഹി ഇഹ്ദൽ മഹബ്ബതൈൻ ഫഇന്നഹുമാ ലാ യജ്തമിആനി ഫിൽ ഖൽബ് വൽ ഇൻസാനു ഇൻദ മഹ്ബൂബിഹി കായിനം മാ കാൻ. അതുകൊണ്ട് ഹൃദയത്തിൽ ഒരൊറ്റ മഹബ്ബത്ത് നിലനിർത്തിക്കോ. അത് ശരിയായ മഹബ്ബത്താകണം, അത് കൃത്യമായ മഹബ്ബത്താകണം. തത്വജ്ഞാനികളായ മഹാന്മാര് പറഞ്ഞില്ലേ, കമാ അന്നൽ ഗിംദ ലാ യത്തസിഉ ലിഅളബൈൻ, മൂർച്ചയുള്ള വാള് രണ്ടെണ്ണം ഒരു വാളിന്റെ ഉറയിൽ വെക്കാനാകൂല. വാളിന്റെ ഉറയിൽ മൂർച്ചയുള്ള ഒരൊറ്റ വാളെ വെക്കാൻ കഴിയോ? ഇതുപോലെയാണ് ഫകദാലികൽ ഖൽബു ലാ യത്തസിഉ ലിഹുബ്ബൈൻ, ഹൃദയം രണ്ട് സ്നേഹത്തിന് വിശാലമാകൂല. വലിദാലിക ലാസിമു ഇഖ്ബാലിക് അലാ മൻ തഹ്വാഹു ഇഅറാലുക് അൻ കുല്ലി ഷൈഇൻ സിവാ. അതുകൊണ്ട് മോനെ, യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ പിന്നെ വ്യാജമായതും മറ്റുള്ളവരോടുള്ള പ്രണയവും എല്ലാം നിന്റെ ഹൃദയത്തിൽ കുടികയറാതിരിക്കാൻ കാരണമാണ് മോനെ. അതുകൊണ്ട് യഥാർത്ഥ മുഹിബ്ബീങ്ങളായി മാറണം. അല്ലാ യാ ഹബിയ മുഹിബ്ബൽ മുസ്തഫാ സിദ് സബാബതൻ വല്ലമ്മിഖ് ലിസാന الذിക്രി മിൻക ബിതിബിഹി വലാ തഅബഅം ബിൽ മുബ്തിലീന ഫഇന്നമാ അലാമതു ഹുബ്ബില്ലാഹി ഹുബ്ബു ഹബീബിഹി. മഹാന്മാര് പാടിയില്ലേ, ഇബ്നു അബിൽ മജ്ദ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് നമ്മോട് പറയുന്നു, അലാ യാ മുഹിബ്ബൽ മുസ്തഫാ സിദ് സബാബതൻ, ഓ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന കുഞ്ഞേ, അമിതമായ സ്നേഹം വർദ്ധിക്കാനുള്ള പണിയെടുത്തോ. റസൂലുള്ളാഹിനോടുള്ള അടങ്ങാത്ത മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു. വല്ലമ്മിഖ് ലിസാന الذിക്രി മിൻക ബിതിബിഹി, റസൂലുള്ളാഹിന്റെ സുഗന്ധം അത് നിന്റെ നാവിൽ നീ അങ്ങ് പൂശിക്കോ. പിന്നെ നാവ് കൊണ്ട് നീ റസൂലുള്ളാഹിനെ പറയൂ. പിന്നെ ആ നാവിൽ റസൂലുള്ളയെ ഉണ്ടാകൂ. ആ ഹബീബിനുള്ള സ്വലാത്തെ നിലനിൽക്കൂ. വലാ തഅബഅം ബിൽ മുബ്തിലീന ഫഇന്നമാ അലാമതു ഹുബ്ബില്ലാഹി ഹുബ്ബു ഹബീബിഹി. മോനെ, ഇത്തരം കാര്യങ്ങളൊക്കെ തച്ചുടച്ച് നശിപ്പിക്കുന്ന ചില പാർട്ടിക്കാരുണ്ട്. അവർക്കൊരിത്തിരി വില പോലും നീ കൽപ്പിച്ചു പോകരുത്. അവരൊക്കെ വലിയ കുഴപ്പക്കാരാണ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കല്ലോ വേണ്ടത്, അല്ലാഹനല്ലേ എന്നും പറഞ്ഞിട്ട് അവര് കുഴപ്പമുണ്ടാക്കും, അവരാശയക്കുഴപ്പം സൃഷ്ടിക്കൂ. ഇതൊക്കെ അതിരികറഞ്ഞ സ്നേഹമാണെന്നൊക്കെ പലരും പറയും. മോനെ, നീ പെട്ടുപോകണ്ട. കാരണം എന്തേ? അലാമതു ഹുബ്ബില്ലാഹി ഹുബ്ബു ഹബീബിഹി, അല്ലാഹനോട് മഹബ്ബത്തുള്ളതിന്റെ അടയാളം റസൂലുള്ളാഹിനെ സ്നേഹിക്കലാണ് കേട്ടോ. അത് അത്തരക്കാർക്ക് തിരിഞ്ഞിട്ടില്ല. കാരണം എന്തേ? അള്ളാനെ പരിചയപ്പെടുത്തി തന്നത് നബിതങ്ങളാണ്. അള്ളാന്റെ ആദർശം നമ്മുടെ മുമ്പിൽ വരച്ചടയാളപ്പെടുത്തി തന്നത് നബിതങ്ങളാണ്. അപ്പൊ അള്ളാനെ സ്നേഹിക്കുന്നവന് നിർബന്ധമാണ് റസൂലുള്ളാഹിനെ
സ്നേഹിക്കൽ, അതിര് കവിഞ്ഞണ്ട് സ്നേഹം വേണ്ടാന്നൊക്കെ പറഞ്ഞ് വെറുതെ മഹബത്ത് ആക്ഷേപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും നീ പെട്ടുപോകണ്ട. ഓ മുസ്ലിമീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരൊറ്റ സന്ദേശം ബറക്കത്തിന് വേണ്ടി അവസാനമായി ഓർമ്മപ്പെടുത്തുന്നു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തി, അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിനുണ്ടൊരു മധുരം ലഭിക്കാൻ, ഈമാനിനുണ്ടൊരു മധുരം അനുഭവിക്കാൻ. ആ മധുരമാണ് നമ്മളൊക്കെ അനുഭവിക്കേണ്ടത്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഈമാനിന്റെ മധുരം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? പണ്ഡിതന്മാര് പറയുന്നു, ഇസ്തിൽദാദു ത്വഅതി വതഹമ്മുലുൽ മശഖാതി ഫിദ്ദീൻ, ഇബാദത്തുകളിൽ രസമുണ്ടാകുന്നത്, നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്, ഏത് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിച്ച് തരണം ചെയ്ത് ഇബാദത്തിൽ മുന്നേറാനുള്ള ആവേശമുണ്ടാകുന്നത്, അതാണ് ഈമാനിന്റെ മാധുര്യമെന്ന് മഹാന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ജീവിതകാലത്തുമുണ്ട്, വഫാത്തിന്റെ സന്ദർഭത്തിലുമുണ്ട്. അതിലൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കാൻ ആഗ്രഹിച്ച ആളല്ല. ഇന്നലെ നമ്മൾ കഅബിന്റെയും ബുജൈറിന്റെയും റളിയല്ലാഹു അൻഹുമാ ചരിത്രം പറഞ്ഞത് കണ്ടില്ലേ? കാണാൻ പോയപ്പോ റസൂലുള്ളാഹിന്റെ ഭംഗിയും സ്വഭാവവും ഇടപെടലും മനസ്സിലാക്കി ഇതിനോളം ഇനി നല്ല ഒരാദർശം വേറെ ഇല്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് അവര് ഇസ്ലാം കൈകൊണ്ടവരാണ്. ഇതുപോലെയാണ് ഉമയ്യത്തിന്റെ അടിമയായിരുന്ന ബിലാൽ ഇബ്നു റബാഹ്. ഉമയ്യത്തില്ലാത്ത സമയം നോക്കി ഒന്ന് കാണാൻ പോയതായിരുന്നില്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവവും അവിടുത്തെ വ്യക്തിപ്രഭാവവും കണ്ട് ബിലാൽ തങ്ങൾ മുസ്ലിമായപ്പോൾ ആ നിമിഷം തന്നെ ഈമാനിന്റെ മധുരമങ്ങ് ഹൃദയാന്തരങ്ങളിലേക്ക് കയറി ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കിടത്തി ഭീകരമായ പാറപ്പാടികൾ കൊണ്ടുവന്ന് ബിലാൽ ഇബ്നു റബാഹിന്റെ നെഞ്ചിലേക്ക് എറിയുമ്പോൾ അവിടുത്തെ നെഞ്ചിൽ നിന്ന് കഷണങ്ങൾ പൊട്ടുന്നുണ്ട്, രക്തം ചൂറ്റുതീറ്റുന്നുണ്ട്, അതാ അവിടുത്തെ എല്ലുകൾ പൊട്ടുന്നുണ്ട്. അപ്പോഴൊക്കെയും ഈമാനിന്റെ മധുരം കൊണ്ട് ശിക്ഷയുടെ കയ്പ് മങ്ങിപ്പോയി. ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്ന പദം അഹദ് അഹദ് എന്നായിരുന്നു. അല്ല ഏകനാണ് ഉമയ്യത്തെ. ഇതുപോലെ വഫാത്തിന്റെ സമയവും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സക്കറാത്തിന്റെ വേദനയിൽ ഇങ്ങനെ മരണചേഷ്ടകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവിടുത്തെ കുടുംബം വന്നിട്ട് പറഞ്ഞു, വാക്കിർബാ, എന്തൊരു വിഷമപാട് എന്റെ പ്രിയപ്പെട്ടവർക്കെന്ന് പറഞ്ഞപ്പോൾ ആ സക്കറാത്തിന്റെ വേദനക്കിടയിൽ വെച്ച് ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങളെ വാക്യം എന്തായിരുന്നു? വഹുവ യഖൂലു വതറബാ, എന്റെ സന്തോഷം, എന്റെ സന്തോഷം, വിഷമിക്കണ്ട മക്കളെ. ഗദൻ അൽഖൽ അഹിബ്ബതു മുഹമ്മദൻ വസഹ്ബഹു, റസൂലുള്ളാഹിനെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾക്ക് റസൂലുള്ളാഹിനെ കാണാനുള്ള അവസരമല്ലേ? അവിടുത്തെ കൂട്ടുകാരായി ഞങ്ങൾക്ക് മുന്നേ നടന്നുപോയ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ കാണാനൊരവസരമല്ലേ? അത് വിഷമമാണോ മോളെ? സന്തോഷമാണ്. ഫമസജ മറാറത്തുൽ മൗതി ബിഹലാവത്തിൽ ലിഖാഇ
വഹിയ ഹലാവത്തുൽ ഈമാൻ. മരണത്തിന്റെ കയ്പുനീരിനെ അല്ലാഹുവിനെയും റസൂലിനെയും കാണാനുള്ള മാധുര്യത്തോടങ്ങ് കലർത്തി. അത് ഈമാനിന്റെ മാധുര്യമാണ്. അവിടെ മരണവേദന അറിഞ്ഞില്ല, നേരത്തെ ഉമയ്യത്തിന്റെ ശിക്ഷ അറിഞ്ഞില്ല. അതാണ് ശരിയായ മഹബത്ത്. ആ മഹാനായ ബിലാൽ തങ്ങള് അള്ളാന്റെ റസൂല് വഫാത്തായതോടെ പിന്നെ മദീനയിൽ നിന്ന് ഷാമിൽ പോയല്ലേ കഴിഞ്ഞത്. മദീനയോടുള്ള അറുപ്പും വെറുപ്പും കൊണ്ടായിരുന്നില്ല. കാരണം മിഹ്റാബിന്റെ ഭാഗത്തേക്ക് വരാൻ വയ്യ, പള്ളിയുടെ ചുറ്റും നടക്കാൻ വയ്യ, മദീനയിലേക്ക് ഒരു ഭാഗത്തേക്കും നോക്കാൻ വയ്യ. എവിടെയും നിറഞ്ഞു നിന്ന നേതാവ്, കൂടെ ഉണ്ടായിരുന്ന നേതാവ്, ബാങ്കിന് സമയമാകുമ്പോ ബാങ്ക് കൊടുക്കുന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച നേതാവ്, ബാങ്ക് കൊടുക്കുമ്പോഴും ഇഖാമത്ത് വിളിക്കുമ്പോഴും കൂടെ നിന്ന നേതാവ്, മിഹ്റാബിലേക്ക് ഒരു ഇമാമിന്റെ യോഗ്യതയിൽ നിറഞ്ഞു നിന്നിരുന്ന നേതാവ്. ആ പള്ളിയിൽ ഇന്ന് ഞാനെങ്ങനെ ബാങ്ക് വിളിക്കും? ആ പള്ളി ഞാനെങ്ങനെ റസൂലുള്ളാന്റെ ഭാവത്തിൽ സന്ദർശിക്കും? ഞാനെങ്ങനെ മദീന ചുറ്റിക്കറങ്ങും? ആകൂല, എന്റെ മനസ്സിന് താങ്ങൂല. ഷാമിൽ പോയി ബഹുമാനപ്പെട്ടവര് അവിടെ കഴിയുമ്പോഴാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നു. മഹാദിഹിൽ ജഫ്വതു യാ ബിലാൽ, എന്ത് പണക്കമാണ് ബിലാലെ ഇത്? അമ്മാ ആനലകം തസൂറനി, ഒന്ന് വന്ന് കാണാൻ സമയമായില്ലേ? സിയാറത്തിന് നേരമായില്ലേ? ഇങ്ങനൊക്കെ പിണങ്ങിയാലോ? പാതിരാത്രി തന്നെ നെട്ടി ഉണർന്ന് തന്റെ വാഹനപ്പുറത്ത് മദീന ലക്ഷ്യമാക്കി ഓടി വന്ന് റസൂലുള്ളാഹിന്റെ റൗള ശരീഫിൽ തഞ്ഞെന്ന് ഫതമറഅ ബിലാൽ വജ്ഹഹു അലാ ഖബരി റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ ഖബറും പുറത്ത് വെച്ച് അവിടുത്തെ മുഖം വെച്ചങ്ങ് ഉരസുന്നു. പിണങ്ങിയിട്ടില്ല തങ്ങളെ, ബിലാല് പിണക്കൂല. അവിശ്വാസത്തിന്റെയും അന്ധകാരത്തിന്റെയും അഗാധമായ ഗർത്തത്തിലേക്ക് ആഴ്ന്നുപോയിരുന്ന ഒരു ഘട്ടം ഈമാനിന്റെ പ്രഭയാകുന്ന മഹാസൗധത്തിലേക്ക്, സുന്ദരമായ പറുദീസയിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തി. ആരുടെ മുമ്പിലും കറുത്തവർക്ക് അഭിമാനമുണ്ട്, തഖ്വയുണ്ടാകുമ്പോളെന്ന്. കൂടെ അബൂബക്കർ സിദ്ദീഖ് എന്ന ഉന്നത കുലജാതന്റെ കൂടെ നിർത്തിയിട്ട് സമൂഹത്തിന് ദീന് പറഞ്ഞ് എന്നെ വളർത്തിയ നേതാവേ, ഞാനെങ്ങനെ തങ്ങളെ മറക്കും? ഞാനെങ്ങനെ തങ്ങളോട് പണങ്ങും? ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മക്കളാകുന്ന പേരമക്കളാകുന്ന ഹസൻ ഹുസൈൻ നേരം പുലർന്നപ്പോ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ബാങ്ക് കൊടുത്തുകൂടെ? മദീനയിൽ ആ പഴയ ബാങ്കൊന്ന് ഞങ്ങൾക്ക് കേൾക്കാനാ. ഞങ്ങളെ റസൂലുള്ളാഹി തങ്ങളായ ഉപ്പാപ്പയുടെ കാലത്ത് നിങ്ങൾ വിളിച്ച ആ ബാങ്കൊന്ന് ഞങ്ങൾ കേട്ട് ഞങ്ങൾ ആ കാലത്തെ കുറഞ്ഞ സമയം കൊണ്ടെങ്കിലും മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാനാ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചിട്ട് തീർക്കാൻ കഴിഞ്ഞില്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോഴേക്ക് മതിമറന്ന്, പരിസരം മറന്ന്, മദീനക്കാര് മുഴുവനും, രോഗികളാകട്ടെ, വൃദ്ധരാകട്ടെ, സ്ത്രീകളാകട്ടെ, മുഴുവനും അവരുടെ കൂടാരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ജാ റസൂലുള്ളാഹ്, ബുഇസ റസൂലുള്ളാഹ്
റസൂലുള്ളാഹ് നമ്മളെ നബി വന്നു, നമ്മളെ നബി പുനരുദ്ധരിക്കപ്പെട്ടു. അതാണ് മനസ്സറിഞ്ഞ സ്നേഹം, മദീനക്കാരന്റെ മഹബ്ബത്ത്. ഓ മുസ്ലിമീങ്ങളെ, ആ ശബ്ദം കേൾക്കുമ്പോ നബി തങ്ങളെ മുന്നിൽ കാണണം, ആ പേര് കേൾക്കുമ്പോ അറിയാതെ കരയണം, ആ മദ്ഹ് കേൾക്കുമ്പോ അറിയാതെ സന്തോഷിക്കണം. അതാണ് ശരിയായ മഹബ്ബത്ത്. യാതൊരു എക്സ്ക്യൂസുമില്ല. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റാൻ കഴുമരത്തിന്റെ ചാരേ നിർത്തിയ സന്ദർഭം ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ദസിന്ന റളിയല്ലാഹു അൻഹു ആ സയ്യിദ് ഇബ്നു ദസിന്ന തങ്ങളോട് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് അന്ന് മുസ്ലിമായിട്ടില്ല, അദ്ദേഹം ചോദിച്ചില്ലേ, ഉൻഷിദുക ബില്ലാഹി യാ സയ്യിദ് അതുഹിബ്ബു അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽആന ഇൻദനാ മകാനക് തദ്രിബു ഉൻഖഹു വഅന്നക ഫീ അഹ്ലിക്. അല്ല സയ്യിദ് ഇബ്നു ദസിന്ന, നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ ഇവിടെ കൊണ്ടുവരികയും എന്നിട്ട് നിന്റെ സ്ഥാനത്ത് മുഹമ്മദിന്റെ കഴുത്ത് വെട്ടുകയും നീ മുഹമ്മദിന്റെ സ്ഥാനത്ത് കുടുംബത്തിൽ സന്തോഷത്തോടുകൂടെ കഴിയുന്നതും നിനക്കിഷ്ടമാണോ സയ്യിദ് ഇബ്നു ദസിന്ന? ആ മനസ്സറിഞ്ഞ മഹബ്ബത്തിന്റെ ഉടമ സ്വഹാബിയായ സയ്യിദ് ഇബ്നു ദസിന്ന തങ്ങൾ പറഞ്ഞത് എന്താണ്? വല്ലാഹി മാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടൂല, പടച്ചോനാണ് സത്യം, അന്ന മുഹമ്മദൻ അല്ലാന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ശൗകത്തുൻ വ അന്നി ജാലിസുൻ ഫീ അഹ്ലി. ആ ശത്രുക്കളെ, ഇന്നെന്റെ റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്ന സുരക്ഷിതമായ കേന്ദ്രത്തിൽ വെച്ച് അവിടുത്തെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഈ സയ്യിദിന് ഇഷ്ടമല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് റസൂലുള്ളാഹിനെ കൊണ്ടുവന്ന് കഴുമരത്തിലേറ്റുകയോ എന്റെ പെരടിക്ക് പകരം റസൂലുള്ളാഹിന്റെ കഴുത്ത് മുറിക്കുകയോ ഞാൻ പൊരുത്തപ്പെടൂല. അതല്ലേ അബൂ സുഫിയാൻ പറഞ്ഞത്, മാ റഅയ്തു അഹദൻ മിനൻ നാസി യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. ലോകത്ത് കാണാൻ കഴിയൂല ജനങ്ങളെ. അബൂ സുഫിയാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് പറയാണ്, അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്ന അവിടുത്തെ അനുയായികൾക്ക് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പോലെ ലോകത്തൊരു മനുഷ്യനെയും ഒരാളും സ്നേഹിച്ചതായി നമുക്ക് കാണാൻ കഴിയൂല. അവിടുന്ന് വുദൂ എടുത്താൽ ബാക്കിയുള്ള വെള്ളത്തിന് തിരക്ക് കൂട്ടുന്ന സ്വഹാബത്ത്, അവിടുന്നൊന്ന് കാർക്കിച്ചു തുപ്പിയാൽ നിലം തൊടുന്നതിന് മുമ്പ് കയ്യിൽ വാരി ശരീരത്തിൽ പുരട്ടി ബറക്കത്തെടുക്കുന്ന സ്വഹാബത്ത്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഘോരമായ യുദ്ധം നടക്കുമ്പോഴും തൊപ്പി തെരഞ്ഞു നടന്നപ്പോ ആളുകൾ പറഞ്ഞില്ലേ, യുദ്ധം കൊടുമ്പിരി കൊണ്ട് ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുമ്പോ നിങ്ങളൊരു നിസ്സാര കാര്യത്തിന് വേണ്ടി വെറുതെ സമയം കളയുകയാണോ? ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തൊപ്പി കിട്ടാതെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. യുദ്ധത്തിന്റെ ലീഡറാണ്, ക്യാപ്റ്റനാണ്, നിർദ്ദേശങ്ങൾ കൈമാറേണ്ട ആളാണ്. ആ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തൊപ്പി തെരഞ്ഞു നടക്കുമ്പോ കയ്യിൽ കിട്ടിയ തൊപ്പി നെഞ്ചോട് ചേർത്ത് വെച്ചു, ഞാൻ വിജയിച്ചു. എന്തേ ഖാലിദ് തങ്ങളെ ഈ തൊപ്പിക്ക് ഇത്ര വലിയ തിരക്ക് കൂട്ടിയത്? മക്കളെ, ഈ തൊപ്പിക്കുള്ളില് ഞാൻ റസൂലുള്ളാഹിന്റെ കേശം തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. എന്റെ സർവ വിജയത്തിന്റെയും രഹസ്യം ഇതാണ്. അതുകൊണ്ട് തന്നെ ഇതിനോട് വെറുപ്പുള്ളവരുടെ കയ്യിലെങ്ങാനും ഈ തൊപ്പി കിട്ടിപ്പോയാൽ എന്റെ നബി തങ്ങളോട് കാണിക്കേണ്ട ആദരവ് നഷ്ടപ്പെട്ടു പോയാലോ?
യുദ്ധമല്ല വിഷയം, അറുകൊലയല്ല വിഷയം, രക്തപ്പുഴ ഒഴുകുന്നതല്ല വിഷയം. വിഷയം മഹബത്താണ്. എന്റെ ഹബീബിനൊന്നും പറ്റാൻ പാടില്ല. അതാണ് മഹബത്തു അസ്ഹാബി റസൂലില്ലാഹ്. പടച്ചവനെ, ആ ചരിത്രങ്ങളുണ്ടോ പറഞ്ഞാൽ അവസാനിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. മാപ്പ് തന്നേക്കണേ മുസ്ലിമീങ്ങളെ. 3 ദിവസത്തെ മദ്ഹുർ റസൂൽ പ്രഭാഷണം എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് എനിക്കതൊന്നും ഒരു അംശം പോലും പറയാനായില്ല. എനിക്ക് നിങ്ങൾക്കതൊന്നും വിവരിക്കാൻ കിട്ടിയില്ല. ഞാൻ ഒരു സ്വല്പം മാത്രം പറഞ്ഞു. പൊരുത്തപ്പെട്ടേക്കണേ. കാരണം നമ്മുടെ നേതാവിന്റെ ബഹുമാനമല്ലേ. വകാന ഫളുല്ലാഹി അലൈക അളീമാ. എന്തൊരു മഹത്വമാണ് കൊടുത്തത്, എന്തൊരു വിശാലമായ ബഹുമാനങ്ങളാണ് കിട്ടിയത്. അത് പറഞ്ഞാൽ തീരുകയില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ 3 ദിവസത്തെ മജ്‌ലിസും നീ പൊരുത്തപ്പെടണേ റഹ്മാനേ. ഒരൊറ്റ മജ്‌ലിസും തുടക്കം മുതൽ അവസാനം വരെ മുടങ്ങാതെ ഈ സദസ്സിലിരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഞങ്ങളെ സന്തോഷം അതാണ്. കാണുമ്പോ നല്ല ചെറുപ്പക്കാര് നിറഞ്ഞു നിൽക്കുന്ന മജ്‌ലിസ്. അല്ലാഹുവേ, ഇതുപോലെയുള്ള മക്കള് ഇപ്പോഴതാ മഗ്രിബ് പോലും നിസ്കരിക്കാതെ, ഇശാ പോലും നിസ്കരിക്കാതെ, സുബ്ഹി പോലും അറിയാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. സിനിമാ ടാക്കീസുകൾക്ക് മുന്നിൽ, അതുപോലെ മദ്യഷാപ്പുകൾക്ക് മുമ്പിൽ, വേശ്യാ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ, അങ്ങനെ മോഷണ മാഫിയകളിൽ, സെക്സ് റാക്കറ്റുകളിൽ അങ്ങനെ തുടങ്ങുന്ന ആ ഹറാമായ മേഖലകളിലൊക്കെ അവര് നിറഞ്ഞു നിൽക്കുമ്പോ ഞങ്ങൾ ചെറുപ്പക്കാരെന്തു വലിയ ഭാഗ്യവാന്മാരാണ്. അവര് മനസ്സ് മുഴുവനും റസൂലുള്ളാഹിനെ നുകർന്നു. നന്നായി കേട്ടു. പടച്ചവനെ, ഞങ്ങളെ ഉമ്മമാര്, സഹോദരിമാര് വളരെ കഷ്ടപ്പെട്ട് എത്രയോ ദൂരെ നിന്ന് നേരത്തെ തന്നെ മഗ്രിബ് നിസ്കരിച്ച് ചുറ്റുപാടുകളൊക്കെ നേരത്തെ തന്നെ തീർത്ത് മജ്‌ലിസിൽ എല്ലാ ആണുങ്ങളും വരുന്നതിന് മുമ്പ് നിറഞ്ഞു കവിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, അല്ലാഹുവേ, നീ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അവരെ ഏത് ഉള്ളിലെ പ്രശ്നങ്ങളും ആരോടും പറയാതെ ഒതുക്കി വെച്ച് അവര് സ്വന്തം സഹിച്ച് കരഞ്ഞ് അങ്ങനെ പരിഹരിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട പ്രശ്നങ്ങളും ഈ മജ്‌ലിസിൽ നീ പരിഹരിച്ചു കൊടുക്കുക അല്ലാഹ്. ഞങ്ങളെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണവർ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നവരാണവർ. മക്കള് രോഗികളാകുമ്പോഴേക്ക് അതാ സ്വന്തം ബാപ്പയേക്കാൾ അല്ലെങ്കിൽ ഉമ്മയേക്കാൾ കൂടുതൽ ലാളിത്യത്തോടെ, സ്നേഹത്തോടെ ആ മക്കൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള പണം പോലും കൊടുത്ത് പലരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്വന്തം മക്കൾക്ക് വസ്ത്രം വാങ്ങുന്നത് പോലെ കടകളിൽ കൊണ്ടുപോയി വസ്ത്രം വാങ്ങിക്കൊടുത്ത്, അതുപോലെ സ്വന്തം മക്കൾക്ക് ഭക്ഷണത്തിന്റെ പലതരം വിഭവങ്ങൾ ഉണ്ടാക്കി അവര് വീട്ടിൽ കൊടുക്കുന്നത് പോലെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുത്ത് അങ്ങനെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ഞങ്ങളെ ഉമ്മമാര്, സഹോദരിമാര്, രക്ഷിതാക്കള്, പടച്ചവനെ, ഞങ്ങള് മറന്നാലും നീ അവരെ മറക്കരുതേ അല്ലാഹ്. ദുനിയാവിൽ ഞങ്ങൾ കാലാകാലം ജീവിക്കൂല. ഉള്ള ജീവിതം നിന്റെ പൊരുത്തത്തിലായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ ജീവിച്ചതിന്റെ ഫലം ഞങ്ങൾക്ക് പിന്തലമുറയ്ക്ക് ഇവിടെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഞങ്ങൾക്കൊന്ന് നല്ല മരണം കിട്ടണം. നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഓ മുസ്ലിമീങ്ങളെ, എല്ലാ വർഷവും ഇതുപോലെ മദ്ഹുർ റസൂൽ പ്രഭാഷണം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് നടത്തണം. അതിനുവേണ്ടി ഇനിയും ഈ മജ്‌ലിസുകളിലേക്ക് എനിക്ക് എത്തണമെന്ന നല്ല നിയ്യത്തോടുകൂടെ നിങ്ങൾ പോയാൽ അല്ലാഹു
നമുക്ക് ആഫിയത്ത് തരും, അള്ളാഹു നമുക്ക് ദീർഘായുസ് തരും. അത് ഞാൻ ഏത് മജ്‌ലിസിൽ വെച്ചും എന്റെ ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോട് പറയുന്നതാണ്. ഒരു സ്വലാത്തിന്റെ മജ്‌ലിസ് അങ്ങ് പിരിയുമ്പോ പടച്ചവനെ അടുത്ത മജ്‌ലിസിലും എനിക്ക് വരാൻ നീ തൗഫീഖ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങുമ്പോ അല്ലാഹ് അതിനുള്ള കരുത്ത് തരും, അല്ലാഹ് അതിനുള്ള ആഫിയത്ത് തരും, അല്ലാഹ് അതിനുള്ള ദീർഘായുസ് തരും. പടച്ചവനെ വന്ന് കുടുങ്ങിപ്പോയല്ലോ, ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് രക്ഷപ്പെടാമല്ലോ എന്ന നിലക്കാണ് മജ്‌ലിസിൽ നിന്ന് പിരിയുന്നതെങ്കിൽ ഓന്റെ കാര്യം കട്ടപ്പുകയാണ്. നമ്മൾ ഇരിക്കുന്നത് റസൂലുള്ളാന്റെ ബഹുമാനം കേൾക്കാൻ, നമ്മൾ പറയുന്നത് റസൂലുള്ളാന്റെ ബഹുമാനമാണ് എങ്കിൽ അത് നമുക്കൊരു അസ്വസ്ഥതയാണെങ്കിൽ ഏതാ മോനെ നമുക്കൊരു സമാധാനമുള്ളത്? ഇതിനേക്കാൾ വലിയ സമാധാനം നൽകുന്ന സംഭവം ലോകത്ത് ഏതുണ്ട് കുഞ്ഞേ? അതുകൊണ്ട് ശാന്തിയും സമാധാനവുമുള്ള നല്ല മനസ്സുകളാക്കി അള്ളാഹു നമ്മുടെ മനസ്സുകളെ സ്വീകരിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ മജ്‌ലിസിൽ വന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും സഹോദരങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും ഈ മജ്‌ലിസ് നീ പരിഹാരമാക്കണേ അല്ലാഹ്. ഹബീബിന്റെ പേരമക്കളെ നിർത്തിയിട്ടാണ് ഞങ്ങൾ ഈ മജ്‌ലിസ് അവസാനിപ്പിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട തങ്ങന്മാര്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് ആ സമയം പോലും ഇബാദത്തിലായി തന്നെ നമ്മുടെ നാടുകളിലേക്ക് പ്രബോധനത്തിന് വേണ്ടി വന്ന മഹാരഥന്മാരായ ഉപ്പാപ്പമാരെ മക്കളാ നമ്മുടെ സ്റ്റേജിലുള്ളത്. അല്ലാഹു അവരുടെ ദുആക്ക് നല്ല ഇജാബത്ത് നൽകും, അവരുടെ ബഹുമാനമുള്ള വാക്കുകൾക്ക് നല്ല ഫലം നൽകും. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയ വിഷയങ്ങളൊക്കെയും നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ദുആ കഴിയാതെ, സദസ്സ് പിരിയാതെ ഒരൊറ്റ കുട്ടിയും ഈ മജ്‌ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകരുത്. അതല്ലാഹു പൊരുത്തപ്പെടൂല. അതേ സമയത്ത് നിങ്ങൾക്കൊന്ന് മൂത്രമൊഴിക്കണം, അതിന് ഞാൻ തടസ്സം ചെയ്യുന്നില്ല. ഇതിട്ടെറിഞ്ഞ് നിങ്ങൾ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇത് നമ്മുടെ സമാപനമാണ്. പക്ഷെ ഇതെന്നേക്കുമുള്ള സമാപനമാവാതിരിക്കാൻ ഈ മജ്‌ലിസ് തീർന്നിട്ടേ നിങ്ങൾ എഴുന്നേൽക്കാവൂ. അല്ലാഹു സ്വീകരിക്കട്ടെ. അതിനു മുമ്പ് ഞാൻ ഈ അടുത്ത് സംസാരിച്ച 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അൻസാരി സ്വഹാബത്തിനെ വേദനിപ്പിച്ചവർ എന്ന് പറയുന്ന പ്രൗഢഗംഭീരമായ പഠനാർഹമായ ഒരു CD, ആ പുതിയ CD-യുടെ പ്രകാശനം ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസിൽ വെച്ച് നടക്കുകയാണ്. ഈ മജ്‌ലിസിൽ നമ്മൾ സ്മരിക്കപ്പെടുന്നത് കടന്നു വരുമ്പോൾ തന്നെ നമ്മുടെ കവാടം അലബിക്ക കൊല്ലോളി എന്ന വ്യക്തിയുടെ പേരിലാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷിപ്പിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതിനുവേണ്ടി സംഭാവന നൽകിയ മക്കൾ അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്റ്റേജ് ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ല് പ്രസിഡന്റായിരുന്ന ഹൈദ്രോസ് ഹാജിയെ സ്മരിച്ചുകൊണ്ട് അതോടൊപ്പം ഈ നഗരി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ഉപ്പമാരെയും ഉപ്പാപ്പമാരെയും ഉമ്മമാരെയും ഉമ്മാമ്മമാരെയും സ്മരിക്കുന്ന മജ്‌ലിസ. ഒറ്റ മജ്‌ലിസ് പിരിയുമ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കാതെയോ അവരെ കുറിച്ച് പറയാതെയോ നമ്മൾ പിരിഞ്ഞിട്ടില്ല. അതാ നമ്മുടെ പ്രത്യേകത. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസിൽ വെച്ച് ഈ പുതിയ CD-യുടെ പ്രകാശനം ഇന്ന് നടക്കുകയാണ്. എല്ലാവരും നിർബന്ധമായി ഓരോ കോപ്പി വാങ്ങണം. കാരണം ഇത് നിങ്ങൾ
നിങ്ങൾക്ക് ഉപകരിക്കും. ഇത് കടകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഷോപ്പുകളിൽ നിന്നോ ഒന്നും ലഭിക്കുകയില്ല. കാരണം അങ്ങനെ ഒരു ബിസിനസ് ലക്ഷ്യമാക്കിയിട്ടല്ല ഇത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഇത് ജനങ്ങൾക്ക് പഠിക്കാനും ഉപകരിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ഉമ്മമാരും സഹോദരങ്ങളുമൊക്കെ നേരത്തെ ആവശ്യപ്പെട്ട ഒരു സീഡിയാണ് ഇത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അവന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ സമാപന സമ്മേളനത്തിൽ അതിന്റെ പ്രകാശനം നടക്കും എന്ന് പറഞ്ഞത് അഭിവന്യരായ തങ്ങളുടെ കൈകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നടത്താൻ വേണ്ടിയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ മഹല്ല് സെക്രട്ടറിയിലേക്ക് ഇത് കൈമാറിക്കൊണ്ടാണ് ഈ മഹത്തായ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അള്ളാഹു ഖബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രകാശനായതുകൊണ്ട് നല്ല മർക്കത്തിന് കൊടുക്കേണ്ടി വരും. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ഇന്നറിഞ്ഞതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.